നമസ്കാരം. ഇന്നലെ നമ്മൾ ആ ദേവിയെ അവിടെ ഇരുത്തിയിട്ടാണ്, ആഹാരം കഴിക്കാൻ ഇരുത്തിയിട്ടാണ് വന്നത്. ഭ്രൂകുട്ടികളുടെ കൂട്ടിമുട്ടലിൽ നിന്ന്, കൗശികീ ദേവിയുടെ ഭ്രൂകുട്ടിയുടെ കൂട്ടിമുട്ടലിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വന്ന കാളികാദേവി. ആ കാളികാദേവിയുടെ വർണ്ണനയെല്ലാം നമ്മൾ ഇന്നലെ കേട്ടു. കാളികാദേവി രൗദ്രയാണ്, കുഴിഞ്ഞ കണ്ണുകളോടും ഒട്ടിയ വയറുകളോടും കൂടിയ ദേവി. ആ ഒട്ടിയ വയറുകളും കുഴിഞ്ഞ കണ്ണുകളും കാണിക്കുന്നത് ക്ഷീണാവസ്ഥയിലിരിക്കുന്ന ദേവിയെയാണ്. മറ്റ് ചില ദേവികളെ വർണ്ണിക്കുമ്പോൾ ശാതോദരിയായിരിക്കുന്ന ദേവിയെയാണ് വർണ്ണിക്കുക. സാധാരണയായിരിക്കുന്ന ഉദരങ്ങളോട് കൂടിയവളും മനോഹരമായ കണ്ണുകളോടും കൂടിയ ദേവി, അത് പൂർണ്ണതയുടെ ദേവി. ഇത് ശൂന്യതയുടെ ദേവി. ശൂന്യതയെ കാളിയായിട്ടും പൂർണ്ണതയെ ത്രിപുരസുന്ദരിയായിട്ടും വിശേഷിപ്പിക്കുന്ന ഒരു പതിവ് തന്ത്രശാസ്ത്രത്തിലുണ്ട്. അതുകൊണ്ട് കാളീദേവിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട തിഥി അമാവാസിയും ത്രിപുരസുന്ദരിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട തിഥി പൗർണമിയും ആണ്. ശ്രീവിദ്യോപാസകര് പൗർണമി ദിവസങ്ങളിൽ ശ്രീചക്രപൂജ നിഷ്ഠയായിട്ട് ചെയ്യും. കാളിയുപാസകര് അമാവാസി ദിവസം കാളീപൂജയും ചെയ്യാറാണ് പതിവ്. അപ്പം ശൂന്യത എല്ലാം ഇല്ലാതാക്കുന്നതാണ്. ഇവിടെ അതുതന്നെയാണ്, നാനാത്വരൂപത്തിൽ വിഹരിക്കുന്ന ഈ പ്രപഞ്ചത്തെ ഇല്ലാതാക്കുന്നതാണ് ഈ ദേവത. സാധാരണഗതിയിൽ ഈ തത്വങ്ങൾ കേട്ടാൽ മാത്രം നമുക്കിത് മനസ്സിലാവില്ല. നമ്മൾ ഒരുപാട് തത്വങ്ങൾ കേട്ടവരാണ്, പക്ഷെ അതൊന്നും നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാകാത്തത് കൊണ്ടായിരിക്കണം നമ്മൾ പലതരത്തിലുള്ള ആധ്യാത്മിക സപര്യയിൽ പോയി പെടുന്നത്. കേട്ടത് നമ്മളെ ആകർഷിക്കുന്നുണ്ടെങ്കിലും അത് നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കാൻ നമുക്ക് പറ്റുന്നില്ല. ഇതെല്ലാം കേട്ട് കഴിഞ്ഞിട്ടും നമ്മുടെ ജീവിതം സാധാരണഗതിയിൽ പോകുന്നു എന്നുള്ളതാണ് നമ്മളെ വിഷമിപ്പിക്കുന്നത്. അപ്പോൾ എവിടെ ചെന്നാലാണ് ഞാൻ അംഗീകരിച്ച ഈ തത്വങ്ങൾ എനിക്ക് അനുഭവിക്കാൻ സാധിക്കുക എന്നുള്ള അന്വേഷണത്തിലാണ് നമ്മൾ. അതുകൊണ്ടായിരിക്കണം നമ്മൾ പല സ്ഥലങ്ങളിൽ ഇങ്ങനെ നടന്ന് അന്വേഷിക്കുന്നതും. ആ അർത്ഥതലങ്ങളിലേക്ക് ഉയരാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ, അത് അഭ്യാസമാണ്, പ്രാക്ടീസാണ്. ആ റിച്വലിസ്റ്റിക് പ്രാക്ടീസിലൂടെ അല്ലാതെ വെറും ചിന്തയിലൂടെ മാത്രം ആ തലത്തിലെത്താൻ വളരെ പ്രയാസമാണ്. എത്തില്ല എന്ന് പറയാൻ പറ്റില്ല, വളരെ കുറച്ചു പേർക്ക് പറ്റുന്ന വഴിയാണത്, ശാംഭവമായിട്ടുള്ള വഴി. പക്ഷെ അത് എല്ലാവർക്കും പറ്റുന്ന വഴിയല്ല. അപ്പോൾ സാധാരണക്കാരായിട്ടുള്ള നമുക്ക്, നമ്മളുടെ ജീവിതം റിച്വലിസ്റ്റിക് ആണ്, എപ്പോഴും വളരെ ചിന്താപരമായിട്ടുള്ള ഔന്നത്യത്തിൽ വിഹരിക്കുന്നവരൊന്നുമല്ല നമ്മൾ. അപ്പം നമ്മളെപ്പോലുള്ള ആൾക്കാർക്കാണ് ഈ ആരാധന വെച്ച് പറഞ്ഞിട്ടുള്ളത്. ഈ ദേവതയുടെ സ്വരൂപത്തെ, ഇപ്പം നമ്മൾ ഇന്നലെ വർണ്ണിച്ച കാളികയുടെ സ്വരൂപത്തെ ധ്യാനിച്ചുകൊണ്ട് ആ ദേവിയുടെ സ്വരൂപം മനസ്സിൽ കാണാൻ സാധിക്കുകയാണെങ്കിൽ, അത് കാണുമ്പോൾ സൂക്ഷിക്കണം, കാരണം ഭയമുള്ളവരാണെ പേടി വരും അത് കാണുന്ന സമയത്ത്. പക്ഷെ അത് കാണുകയാണെങ്കിൽ ആ കാഴ്ചയിൽ നമുക്ക് മാറ്റം ഉണ്ടാവും. ചണ്ടമുണ്ടന്മാര് ഹിമാലയത്തിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലൂടെ സവാരി നടത്തിയപ്പോൾ അവിടെ അലൗകിക സൗന്ദര്യത്തോടു കൂടിയിട്ടുള്ള ഒരു സ്ത്രീരത്നത്തെ കാണുകയും ആ സ്ത്രീരത്നത്താൽ ആകൃഷ്ടരായി തീർന്ന അവർ വീണ്ടും വീണ്ടും ദേവിയുടെ അടുത്തേക്ക് ചെല്ലുകയുമാണ്. എന്തുദ്ദേശമായിക്കൊള്ളട്ടെ, എന്തു ഉദ്ദേശത്തോടു കൂടിയുമായിക്കൊള്ളട്ടെ ദേവിയുടെ അടുത്തേക്ക് പോകുന്നത്. ദേവിയെ ഒരിക്കലെങ്കിലും കാണാനോ അറിയുവാനോ അനുഭവിക്കുവാനോ സാധിച്ചാൽ ഉദ്ദേശം എന്തായാലും പിന്നെയും പിന്നെയും അങ്ങോട്ട് പോയേ പറ്റുള്ളൂ. ദേവി സതുദ്ദേശങ്ങളോടെ കൂടി മാത്രം തൻ്റെ അടുത്തേക്ക് വരുന്നവർക്ക് മോചനം കൊടുക്കുന്നവളല്ല. ദേവി ഏതുദ്ദേശത്തോടു കൂടി തൻ്റെ അടുത്തേക്ക് വന്നാലും മോചനം കൊടുക്കുന്നവളാണ്. കാന്തം ഇരുമ്പിൻ്റെ ഗുണം നോക്കിയിട്ടല്ല ഇരുമ്പിനെ കാന്തമാക്കി മാറ്റുന്നത്. ഇരുമ്പാണെങ്കിൽ അത് കാന്തസ്പർശമേറ്റാൽ കാന്തമായി മാറും. അതേപോലെ ഏത് രീതിയിലായാലും ദേവിയെ നമുക്ക് അറിയുവാൻ സാധിക്കുകയാണെങ്കിൽ, പ്രാപിക്കാൻ സാധിക്കുകയാണ് എങ്കിൽ, നമുക്ക് ദേവിയുടെ അടുത്ത് ചെല്ലാൻ സാധിക്കുകയാണ് എങ്കിൽ നമ്മളെ ദേവി സ്വീകരിക്കും. കാരണം ദേവിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ദേവിയുടെ മക്കളാണ്. കുപുത്രോ ജായതേ ക്വചിതപി കുമാതാന ഭവതി.
ശങ്കരാചാര്യകൃതമായിട്ടുള്ള ദേവി അപരാധ ക്ഷമാപണ സ്തോത്രത്തിൽ പറയുന്നു. ചീത്ത മക്കളുണ്ടാകാം, ചീത്ത അമ്മ ഉണ്ടാവുക പ്രയാസമാണ്. ഇന്നത്തെ കാലത്ത് അത് ഒറ്റ ശ്വാസത്തിലിരുന്ന് പറയാനൊന്നും പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ചീത്ത അമ്മമാരും ഉണ്ട്. ചീത്ത അമ്മമാരുണ്ടെന്ന് പറയുമ്പോൾ അമ്മമാർക്ക് വിഷമം വരും. പക്ഷെ ചീത്ത അമ്മമാരുണ്ട്. എനിക്ക് നേരിട്ടറിയാവുന്ന പല കേസുകളുമുണ്ട്. എൻ്റെ ഒരു സുഹൃത്തും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഉദ്യോഗസ്ഥരാണ്. രാവിലെ എഴുന്നേറ്റ് അമ്മ അവരുടെ കൂടെയാണ്, ഭർത്താവിൻ്റെ അമ്മ അവരുടെ കൂടെയാണ്. ആഹാരമൊക്കെ വെച്ചിട്ടാണ് ഈ 2 മക്കളും മരുമക്കളും പുറത്തേക്ക് പോവുക. ഈ അമ്മ ആ വീട്ടിൽ നിന്ന് ആഹാരം കഴിക്കുകയില്ല. നാട്ടിലുള്ള എല്ലാ വീടുകളിലും തെണ്ടി നടന്ന് മക്കളുടെയും മരുമകളുടെയും, വിശേഷാൽ മരുമകളുടെ കുറ്റം പറഞ്ഞ് നടന്ന് അവിടുന്നും ഇവിടുന്നും ഒക്കെ ആഹാരം വാങ്ങിച്ച് കഴിക്കുകയാണ്. ഈ അമ്മയെ കൊണ്ട് എന്ത് ചെയ്യും എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല, ഒരു രക്ഷയില്ല. പഴയ കാലത്തെ അമ്മമാരാണെങ്കിൽ വല്ലതൊക്കെ പറയായിരുന്നു. വേറൊരമ്മ, ആ അമ്മ ഒരു വലിയ ആശ്രമവുമായിട്ട് ബന്ധപ്പെട്ട ഭക്തയും കൂടിയാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ വിചിത്രമായ വസ്തുത. മകളുടെ കഴുത്തിന് കയറി പിടിക്കുന്ന അച്ഛനെ സപ്പോർട്ട് ചെയ്യും അമ്മ. നീ എന്തിനാ വന്ന് ജനിച്ചത് എന്നാണ് ചോദിക്കുന്നത്. നീ ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങളുടെ ജീവിതം എത്ര സുഖമാകുമായിരുന്നു എന്ന്. ആ കുട്ടി 2 പ്രാവശ്യം ആത്മഹത്യക്ക് ശ്രമിച്ചു. അമ്മമാര് കുമാതാക്കളുമുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. കുമാതാക്കളുണ്ട് എന്നുള്ളത് നിസ്സംശയമായിട്ടുള്ള കാര്യമാണ്. പാശ്ചാത്യ സംസ്കാരം അങ്ങനത്തെ കുമാതാക്കളിൽ നിന്ന് പൊട്ടിപ്പുറപ്പെടുന്ന സംസ്കാരമാണ്. തൻ്റെ 4ാമത്തെ ഭർത്താവിന് തൻ്റെ ആദ്യത്തെ ഭർത്താവിനുണ്ടായ മകനെ ഇഷ്ടപ്പെടാത്തത് കൊണ്ട് മകന് 16 വയസ്സാകുമ്പോൾ ചവിട്ടി പുറത്താക്കുന്ന അമ്മമാരുള്ള നാടാണ് ഇന്ന് ഈ ലോകം. അപ്പം അമ്മമാർ അങ്ങനെ വിശേഷാൽ നല്ലതാണ് എന്നൊക്കെ പറയുമ്പോഴും ഈ മറ്റേ ഭാഗവും കൂടി നമ്മൾ പറയാതിരിക്കാൻ പറ്റില്ല. പക്ഷെ ദേവി പഴയ കാലത്തെ അമ്മയായതുകൊണ്ട്, പണ്ട് അങ്ങനത്തെ അമ്മമാരൊന്നും ഇല്ലാത്തത് കൊണ്ട് ദേവിയുടെ ശീലം, ചുട്ടയിലെ ശീലം ചുടല വരെ ദേവിയുടെ ശീലത്തിൽ മാറ്റമൊന്നുമില്ല. നമ്മുടെ ശീലങ്ങളിൽ മാറ്റം വന്നിട്ടുണ്ട്. അതിന് കാരണം നമ്മുടെ സംസ്കാരത്തിൽ വന്ന മാറ്റമാണ്. പക്ഷെ ദേവി ആ സംസ്കാരത്തിൽ നിന്ന് വ്യതിചലിക്കാതെയാണ് നിൽക്കുന്നത് എന്നുള്ളത് കൊണ്ട് ദേവിയുടെ മനോഭാവത്തിൽ ഇപ്പോഴും മാറ്റം വന്നിട്ടില്ല. മാറ്റം വരാൻ സാധ്യതയും കുറവാണ്. കാരണം ദേവി ഇനി സംസ്കാരം മാറണം. സംസ്കാരം മാറിയെന്നിരിക്കട്ടെ, ദേവി അല്ലാതായിത്തീരും. കാരണം ഭാരതീയ സംസ്കൃതിയുടെ മടിത്തട്ടിലാണ് ഈ ദേവി പുഷ്പം വിടർന്നു നിൽക്കുന്നത്. അത് ട്രാൻസ്പ്ലാന്റ് ചെയ്യപ്പെട്ടാൽ അത് നശിച്ചു പോകും. അതുകൊണ്ട് ദേവിയെ സംബന്ധിച്ചിടത്തോളം ഭാരതീയ മൂല്യങ്ങളൊന്നും പോയിട്ടില്ല. അപ്പോൾ നമ്മളെല്ലാവരും, അത് കുപുത്രന്മാരായാലും ശരി സുപുത്രന്മാരായാലും ശരി, ദേവിയെ സംബന്ധിച്ചിടത്തോളം മക്കളെ പോലെ തന്നെയാണ്. അതുകൊണ്ടാണ് ദാരികന്റെ വധസമയത്ത് ദാരികൻ ഭദ്രകാളിയുടെ കാൽക്കൽ പിടിച്ച് കരയുമ്പോൾ മാതൃത്വം ഉണരുകയും ദാരികനെ വെറുതെ വിടാൻ തീരുമാനിക്കുകയും ചെയ്തു. അപ്പോഴാണ് ദേവന്മാർ സ്തുതിച്ച് ബഹളം വെച്ചതും ദേവി വീണ്ടും ഇരട്ടി ക്രുദ്ധയായി ദാരികനെ നിഗ്രഹിച്ചതിന് ശേഷവും കോപമടക്കാതെ തുള്ളി നടന്നതും ഒക്കെ. അപ്പോൾ ഇവിടെ ചണ്ടമുണ്ടന്മാര് മോശക്കാരാണെന്ന് നമുക്ക് തോന്നാമെങ്കിലും അവർ ഈശ്വരിയെ കണ്ടു. ഒരു പ്രാവശ്യം ഈ ദേവിയെ ഏത് രീതിയിൽ കണ്ടാലും, ഹുക്ക് ഓർ ക്രുക്ക് എങ്ങനെ കണ്ടാലും, പിന്നെ നമുക്ക് ആ ദേവി പാദം വിടാൻ പറ്റില്ല. നമ്മൾ ദുഷ്ടഹൃദയത്തോടു കൂടിയാണ് കാണുന്നതെങ്കിലും അപ്പൊ പിന്നെ നമ്മളൊരു ചോദ്യം ചോദിക്കാം, എന്നാ പിന്നെ ഞങ്ങൾ എന്തിനാ നന്നാവുന്നത്? ഇങ്ങനെ തന്നെ ആയാൽ പോരെ? ചോദ്യം ചോദിക്കാം. നിങ്ങൾ വിചാരിച്ചാൽ നന്നാവാൻ പറ്റില്ല. അതുകൊണ്ടാണ് നിങ്ങൾ വിചാരിച്ചാൽ ചീത്തയാവാനും പറ്റില്ല. ഇതൊക്കെ നിങ്ങൾ വിചാരിച്ചിട്ടാവുന്നതാണെന്ന് വിചാരിച്ചിരിക്കുകയാണ് അവിടെ. അല്ല, ഈശ്വരേച്ഛ കൊണ്ട് മാത്രമേ എന്തെങ്കിലും ആകുവാനോ എന്തെങ്കിലും ആകാതിരിക്കാനോ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്തപ്പെട്ടതല്ല. ഞാൻ എങ്ങനെയാണോ അങ്ങനെ ഈശ്വരൻ അർപ്പിക്കണം. അതാണ് സമർപ്പണം. നല്ലത് മാത്രമേ ഈശ്വരൻ സ്വീകരിക്കുകയുള്ളൂ എങ്കിൽ ഈ ചീത്ത ആരുണ്ടാക്കി? അതൊരു വലിയ ചോദ്യമാണ്. ആരുണ്ടാക്കി? അതും ഈശ്വരൻ തന്നെയാണ് ഉണ്ടാക്കിയത്. അതുകൊണ്ട് നമ്മൾ എങ്ങനെയാണോ അങ്ങനെ ഈശ്വരനെ സമർപ്പിക്കണം. എൻ്റെ നല്ലതിൻ്റെയും ചീത്തയുടെയും ഉത്തരവാദിത്വം ഈശ്വരനുള്ളതാണ്, എനിക്കുള്ളതല്ല. ഞാൻ ജനിക്കേണ്ട സ്ഥലം തീരുമാനിച്ചത് ഞാനല്ല. ഞാൻ വളരേണ്ടുന്ന സാഹചര്യം തീരുമാനിച്ചത് ഞാനല്ല. ഞാൻ പഠിക്കേണ്ട സ്കൂളും പഠിക്കേണ്ട വിഷയങ്ങളും തീരുമാനിച്ചത് പോലും ഞാനല്ല.
എന്നെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിപ്പിക്കണോ, മലയാളം മീഡിയം സ്കൂളിൽ പഠിപ്പിക്കണമോ, സംസ്കൃതം പഠിപ്പിക്കണമോ, ഫ്രഞ്ച് പഠിപ്പിക്കണമോ എന്ന് തീരുമാനിക്കുന്നത് എൻ്റെ സ്വേച്ഛ കൊണ്ടല്ല. ആരോ തീരുമാനിക്കുന്ന തീരുമാനങ്ങൾക്കനുസരിച്ച് പഠിച്ച് മുന്നോട്ട് പോകുന്നവനാണ് ഞാൻ. എൻ്റെ സ്വേച്ഛ എന്ന് പറയുന്നത് എപ്പോൾ തുടങ്ങുന്നു? ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? സ്കൂളിൽ പഠിക്കുമ്പോഴില്ല. സ്കൂൾ ടീച്ചർ പറയുന്നത് കേൾക്കണം. ട്യൂഷൻ ക്ലാസ്സിൽ പോവുകയാണെങ്കിൽ ട്യൂഷൻ ടീച്ചർ പറയുന്നത് കേൾക്കണം. വീട്ടിൽ വരുമ്പോൾ അച്ഛനമ്മമാർ പറയുന്നത് കേൾക്കണം. ദേവാലയങ്ങളിൽ പോകുമ്പോൾ മതപണ്ഡിതന്മാർ പറയുന്നത് കേൾക്കണം. സ്വന്തമായിട്ട് ചിന്തിക്കാൻ പറ്റില്ല. എന്ന് തുടങ്ങുന്നു ഈ സ്വന്തമായിട്ടുള്ള ചിന്ത? 20-21 വയസ്സാകണം സ്വന്തമായിട്ട് ചിന്തിക്കണമെങ്കിൽ. 20-21 വയസ്സാകുമ്പോഴത്തേക്കും ബുദ്ധി രൂഢമൂലമായി കഴിഞ്ഞിരിക്കുന്നു. ന്യൂറോൺസ് LP സ്കൂൾ തലം കഴിഞ്ഞാൽ ആക്ടിവേഷൻ വരുന്ന ന്യൂറോൺസുകളെല്ലാം ആക്ടിവേറ്റഡ് ആയിരിക്കും എന്നാണ് പറയുന്നത്. അതിൽ കൂടുതൽ ആക്ടിവേറ്റഡ് ആവുകയില്ല, ബുദ്ധിമുട്ടാണ് പുതിയ പുതിയ ന്യൂറോൺസുകൾ ആക്ടിവേറ്റഡ് ആവാൻ. അപ്പോൾ സ്വതന്ത്രമായിട്ടുള്ള ചിന്തയുള്ളവരാണ് താൻ എന്ന് അഭിമാനിക്കുന്ന മനുഷ്യൻ ഒന്ന് നിന്ന് ചിന്തിച്ചാൽ അവൻ കഴിക്കുന്ന ആഹാരം അവൻ തീരുമാനിച്ചതല്ല. നിങ്ങളുടെ ഇഷ്ടാനിഷ്ടങ്ങളെല്ലാം നിങ്ങളുടെ അമ്മയുടെ അടുക്കള തീരുമാനിച്ചതാണ്. അതുകൊണ്ടാണ് ഇന്നും നമുക്കൊക്കെ നമ്മുടെ അമ്മ വെച്ച ചോറിനും ചമ്മന്തിക്കും സ്വാദ് വരണത്. ആഹാരം നിശ്ചയിക്കപ്പെട്ടത് അമ്മയുടെ അടുക്കളയിൽ നിന്നാണ്. സ്കൂള് നിശ്ചയിക്കപ്പെട്ടത് ചുറ്റുപാടുമുള്ള ആൾക്കാരാണ്. അച്ഛനും അമ്മയ്ക്കും പോലും ഇന്ന് വോയിസ് ഇല്ല മക്കളെ ഏത് സ്കൂളിൽ ചേർത്തണം എന്ന്. റിലേറ്റീവ്സും ഫ്രണ്ട്സും ഒക്കെ കൂടെ ചേർന്ന ഡിസ്കഷൻ. ഏത് ഡ്രസ്സ് ധരിക്കണം, എന്തൊക്കെ ചെയ്യണം എന്നെല്ലാം തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞിട്ട് പുറത്തു വരുന്ന മനുഷ്യൻ കുറച്ചു കാലം കഴിഞ്ഞിട്ട് പറയാണ് ഞാൻ അങ്ങോട്ട് തീരുമാനിക്കുന്നു. എന്ത് തീരുമാനിക്കാനാ? ആലോചിച്ച് നോക്കൂ. സ്വന്തം തീരുമാനിക്കാൻ പറ്റില്ല. ശ്രമിച്ചു നോക്കൂ. തീരുമാനിക്കാൻ സാധിച്ചാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. തീരുമാനങ്ങൾ എടുക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഈശ്വരനാണ് തീരുമാനിക്കുന്നത്. ഇവിടെ വരുന്നതും ഇത് കേൾക്കുന്നതും ഇവിടുന്ന് പോകുന്നതും പോയി കഴിഞ്ഞാൽ സംഭവിക്കുന്നതും ഒക്കെ ഈശ്വര നിശ്ചയമാണ്. അതുകൊണ്ട് എൻ്റെ ഉത്തരവാദിത്വത്തിൽ അതില്ല. ഈശ്വര നിയോഗം കൊണ്ട് ഞാൻ ഒരിക്കൽ ഈശ്വരനെ കണ്ടാൽ ഞാൻ എങ്ങനെയാണോ അങ്ങനെ ഈശ്വരൻ എന്നെ അംഗീകരിക്കും. ഈ ഒരാശയം നമ്മളുടെ മറ്റാശയങ്ങളൊന്നും കലർത്താതെ വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മൾ കുറ്റവിമുക്തരായി ആ മൊമെന്റ് മുതൽ. ഞാൻ ചെയ്യുന്നതിൻ്റെ ശരികേടുകൾക്കും ഞാൻ ചെയ്യുന്നതിൻ്റെ ശരികൾക്കും ഞാൻ ഉത്തരവാദിയല്ല എന്നറിയുമ്പോൾ പിന്നെ ആരാണ് എന്നിലൂടെ അത് ചെയ്യുന്നത് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുമ്പോഴാണ് സാക്ഷാത്കാരത്തിലേക്ക് അടുക്കുന്നത്. ആദ്യത്തെ പടിയിലാണ് നമ്മൾ നിൽക്കുന്നത് പലപ്പോഴും. ആ ആദ്യത്തെ പടിയിൽ എന്താ നമ്മൾ കേൾക്കുന്നത്? അരുതുകളും അരുതാത്തതും. അരുത് എന്നുള്ളതും അരുതാവുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ. ഈ അരുതുകൾക്കും അരുതാവുന്നതുമായിട്ടുള്ള കാര്യങ്ങൾക്കനുസരിച്ച് സ്വബുദ്ധിയാലാണ് പ്രവർത്തിക്കുന്നത് എന്ന മിഥ്യാധാരണയിൽ ചിന്തിക്കുന്ന മനുഷ്യൻ്റെ മനസ്സിൽ മാത്രമേ സംഘർഷമുണ്ടാവുകയുള്ളൂ. സംഘർഷമുണ്ടാകുമ്പോൾ എടുക്കുന്ന തീരുമാനങ്ങളൊന്നും ശരിയായിരിക്കുകയുമില്ല. കൺഫ്യൂഷനുള്ള സമയത്ത് തീരുമാനമെടുക്കാതിരിക്കുന്നതാണ് ബുദ്ധി. അപ്പോൾ എന്ത് ചെയ്യും? നന്മ തിന്മകളൊന്നും, ഞാൻ വളർന്ന സാഹചര്യം, ഞാൻ പഠിച്ച ഭാഷ, ഞാൻ വായിച്ച പുസ്തകങ്ങൾ, ഞാൻ കഴിച്ച ആഹാരം, എൻ്റെ രുചി എല്ലാം എൻ്റെ ചുറ്റുപാടുകളാണ് നിയന്ത്രിക്കുന്നതെങ്കിൽ, എൻ്റെ ചുറ്റുപാടുകളെ നിയന്ത്രിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല എങ്കിൽ ഞാൻ വാസ്തവത്തിൽ തെറ്റുകാരൻ ആണോ? ഞാൻ വാസ്തവത്തിൽ നല്ലവൻ ആണോ? ആ ചോദ്യത്തിന് കൃത്യമായിട്ടുള്ള ഉത്തരം. മറ്റുള്ളതൊന്നും കയറി ഇത് ചെയ്യരുത്, ക്ലാഷ് ചെയ്യരുത്, ക്ലോഗ് ചെയ്യരുത് ബ്രെയിനെ. അതിനൊക്കെ അങ്ങ് മാറ്റി നിർത്തിയിട്ട് ഈ ചിന്ത മാത്രം ഒന്ന് കേൾക്കുക. ഈ ചിന്ത തത്കാലത്തേക്ക് ശരിയാണെന്ന് നിങ്ങൾ അംഗീകരിക്കുക. തർക്കിക്കാം, പിന്നെ തൽക്കാലത്തേക്ക് ഇത് ശരിയാണെന്ന് അംഗീകരിക്കുക. എങ്കിൽ നിങ്ങളെ കുറ്റക്കാരാണോ? നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ, നിങ്ങൾ ചെയ്തതിന് നിങ്ങൾ കുറ്റക്കാരാണോ? അല്ല. അപ്പൊ പിന്നെ നിങ്ങളെ കൊണ്ട് അടുത്ത ചോദ്യം, ഇത് കൃത്യമായിട്ട് മനസ്സിലായി കഴിഞ്ഞാൽ അടുത്ത ചോദ്യം, എങ്കിൽ എന്നിലൂടെ പ്രവർത്തിക്കുന്നത് എന്ത്? ആര് ചെയ്യിക്കുന്നു എന്നെ കൊണ്ടിത്? ആ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ശരിക്കുമുള്ള ആധ്യാത്മികത. ആ ചോദ്യത്തിൻ്റെ ഉത്തരം വളരെ ലളിതമാണ്. ഈശ്വരൻ ചെയ്യുന്നു. അപ്പോൾ ഞാനും നിങ്ങളുമൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് ഇവിടെ ജനിച്ചത്? ഈശ്വരൻ്റെ കാര്യങ്ങൾ
നടത്താൻ. ഈശ്വരന്റെ കാര്യങ്ങളിലെ തെറ്റും ശരികളും തീരുമാനിക്കാൻ നമുക്കാണോ അധികാരം, ഈശ്വരനാണോ അധികാരം? ഈശ്വരനാണ് അധികാരം. ഈശ്വരന്റെ അധികാര പരിധിക്കകത്ത് കടന്ന് ഈശ്വരനെ തെറ്റുകാരനും തെറ്റുകാരനല്ലാത്തവനുമാക്കുമ്പോൾ നമ്മൾ നിൽക്കേണ്ടിടത്താണോ നിൽക്കുന്നത്? അല്ലെങ്കിൽ ഈ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാവുന്നത്. ആധ്യാത്മികത ഇത്രയേ ഉള്ളൂ. എന്നിലൂടെ പ്രവർത്തിക്കുന്നത് ഈശ്വരനാണ് എന്ന് പരിപൂർണമായിട്ടും എനിക്ക് ബോധ്യപ്പെടാൻ ചിന്ത മതി അതിന്. പക്ഷെ ചിന്ത പലപ്പോഴും നമ്മളെ ഉറക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ആരാധനയിലേക്ക് വരേണ്ടത്. പക്ഷെ ഈ ചിന്ത അതിൻ്റെ പൂർണ്ണതയിൽ നമ്മൾ അംഗീകരിച്ചു എന്ന് വിചാരിക്കുക. ഞാനല്ല തീരുമാനിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടാത്തത് ചെയ്യാൻ പറ്റില്ല. ചെയ്യാനൊന്ന് ശ്രമിച്ചു നോക്കും. ഞാനൊരു കത്തി എടുത്തു തരാം, അടുത്തിരിക്കുന്ന ആളെ ഒന്ന് കുത്തിക്കൊല്ലാവോ? പറ്റില്ല, കൊല്ലാൻ പറ്റില്ല. കത്തി എടുത്ത് കുത്തുന്നവൻ അറിയാൻ കൊല്ലരുതെന്ന്. അവന് കൊല്ലാതിരിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് അവൻ കത്തി കുത്തി ഇറക്കുന്നത്. സൈക്കോളജിസ്റ്റുകൾ വളരെ വ്യക്തമായിട്ട് പറയുന്നു, കൊല്ലുന്ന സമയത്ത് ഒരു കൊലയാളിയും താൻ തെറ്റാണ് ചെയ്യുന്നത് എന്ന് കരുതുന്നില്ല. ക്രിമിനൽ സൈക്കോളജി വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. ആക്ട് നടന്നതിന് ശേഷമാണ് കുറ്റബോധം വരുന്നത്. ഒരു കൊലയാളിയും, എക്സെപ്ഷൻസ് എല്ലാ കേസുകളിലുമുണ്ട്, പക്ഷെ എക്സെപ്ഷൻസിനെ കുറിച്ചല്ല നമ്മൾ സംസാരിക്കുന്നത്. കൊല ചെയ്യുന്ന സമയത്ത്, തെറ്റ് ചെയ്യുന്ന സമയത്ത് താൻ തെറ്റ് ചെയ്യുന്നു എന്ന് കരുതുന്നില്ല. പിന്നെയാണത് വരണത്. അപ്പം നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. ഫ്രീ വില്ലനുസരിച്ച് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഞാൻ അല്ല ചെയ്യുന്നതെങ്കിൽ, എനിക്ക് സ്വേച്ഛ ഇല്ല എന്ന് പറയുകയാണെങ്കിൽ അത് അരാജകത്വത്തിലേക്ക് നയിക്കുകയില്ലേ എന്നുള്ളതാണ് ചോദ്യം. അതാണ് വളരെ പ്രസക്തമായിട്ടുള്ളൊരു ചോദ്യമാണെന്ന് കരുതി ചോദിക്കുന്നതാണ്. അതായത് ഡിസിപ്ലിൻ ഇല്ലെങ്കിൽ, കാരണം സ്വേച്ഛയില്ലെങ്കിൽ ഡിസിപ്ലിൻ ഇല്ല. എല്ലാം എന്നിൽ കൂടെ സംഭവിക്കുന്നതാണെങ്കിൽ ഓരോരുത്തരും അവരവർക്ക് തോന്നുന്നത് ചെയ്യില്ലേ എന്നാണ് ചോദ്യം ഉണ്ടാവുക. അവനവൻ്റെ പ്രശ്നമല്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നാ പറയാം. മറ്റുള്ളവരുടെ കാര്യത്തിൽ എല്ലാവരും ഉത്സുകർ. ചോദ്യം എപ്പോഴും അങ്ങനെയാ വരിക. ഫ്രീ വിൽ ഇല്ലെങ്കിൽ, സ്വേച്ഛ അല്ലെങ്കിൽ, ഈശ്വരനാണ് എല്ലാം തീരുമാനിക്കുന്നതെങ്കിൽ, അതിന് ഫേറ്റലിസം എന്നാണ് ഇംഗ്ലീഷിൽ വിളിക്കുക, വിധി അനുസരിച്ചിട്ടാണ് എല്ലാം സംഭവിക്കുന്നതെങ്കിൽ ഈ ലോകം അരാജകത്തിലേക്ക് പോവില്ലേ എന്നുള്ളതാണ്. ആ ചോദ്യം അടിസ്ഥാനരഹിതമാണ്. കാരണം എന്നിലൂടെ പ്രവർത്തിക്കുന്നത് ഞാനല്ല എന്ന് പൂർണ്ണബോധ്യം എനിക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഈ ചോദ്യം ചോദിക്കാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് എന്നിലൂടെ പ്രവർത്തിക്കുന്നത് ഞാനല്ല എന്ന് പൂർണ്ണബോധ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ എന്നിലൂടെ പ്രവർത്തിക്കുന്നത് ഈശ്വരനാണെങ്കിൽ, സ്വേച്ഛയുള്ള ഏക ബോധം ഈശ്വരബോധമാണെങ്കിൽ എന്നിലൂടെ എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും ദൈവീകമായിരിക്കും. അപ്പോൾ നിങ്ങളിലൂടെ എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും ദൈവീകമായിരിക്കും. അത് ലോക നന്മയ്ക്കല്ലാതെ വേറെ ഒന്നിനും ആയി തീരുകയും ഇല്ല. അപ്പോൾ എന്നിലൂടെ ഈശ്വരനാണ് ഈ ചെയ്തികളെല്ലാം ചെയ്ത് ഈ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നതെങ്കിൽ ഞാൻ ആരുടെ കാര്യാർത്ഥമാണ് ഇവിടെ ജനിച്ചിരിക്കുന്നത്? ഈശ്വരൻ്റെ കാര്യാർത്ഥമാണ്. ഞാൻ അമൂല്യനോ മൂല്യമില്ലാത്തവനോ? ഞാൻ അമൂല്യനാണ്. നമ്മൾ ഓരോരുത്തരും അമൂല്യരാണ്. കാരണം നമ്മൾ ഓരോരുത്തരും ഈശ്വരൻ്റെ ഉപകരണങ്ങളാണ്. നമ്മൾ ഓരോരുത്തരിലൂടെയും പ്രവർത്തിപ്പിക്കുന്നതും പ്രവർത്തിപ്പിക്കാതിരിക്കുന്നതും അനുഭവിക്കുന്നതും അനുഭവിപ്പിക്കാതിരിക്കുന്നതും ഈശ്വരനാണ് എന്ന പൂർണ്ണബോധം നമുക്കുണ്ടെങ്കിൽ നമുക്ക് ടെൻഷൻ ഉണ്ടോ? നമുക്ക് സ്ട്രെസ് ഉണ്ടോ? നമുക്ക് സ്ട്രെയിൻ ഉണ്ടോ? നമുക്ക് ഡിസ്ഹാർമണി ഉണ്ടോ? ഇതൊന്നും ഉണ്ടാവില്ല. ഭാരതീയ സംസ്കാരാധിഷ്ഠിതമായിട്ടല്ല നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ്. നമ്മൾ ഗീത ഒരുപാട് പ്രാവശ്യം വായിച്ചിട്ടുണ്ടാവും. അതിൽ വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ് നിമിത്ത മാത്രം ഭവ സവ്യസാചിൻ. കൃഷ്ണൻ ആ 3 ഗ്രേഡുകൾ അവിടെ കാണാം. പതറി നിൽക്കുന്ന അർജുനനോട് യുദ്ധത്തിൽ സംഭവിക്കാവുന്ന സാധ്യതകളെ കുറിച്ച് ആദ്യം കൃഷ്ണൻ പറഞ്ഞു കൊടുക്കുന്നു. ജയവും തോൽവിയും ഉണ്ടാകാം. അത് കഴിഞ്ഞ് അർജുനനോട് പറഞ്ഞു കൊടുക്കുകയാണ്. അർജുനനെ പടിപടിയായി ഉയർത്തിക്കൊണ്ടുവന്ന് അർജുനനോട് പറഞ്ഞു കൊടുക്കുകയാണ്, നിമിത്ത മാത്രം ഭവ സവ്യസാചിൻ. സവ്യസാചിൻ എന്നാണ് പ്രയോഗിക്കുന്നത്. 2 കൈകൾ കൊണ്ടും അസ്ത്രവും വില്ലും ഉപയോഗിക്കാൻ കഴിയുന്നവൻ. ഡെക്സ്ട്രസ് ആണ്, സ്കിൽഡ് പേഴ്സൺ.
സവ്യസാചിൻ, അല്ലയോ സവ്യസാചിൻ, നീ നിമിത്തമായിട്ട് ഭവിക്കുക. ആർക്ക് നിമിത്തമായിട്ട് ഭവിക്കുക? ഈശ്വരന് നിമിത്തമായിട്ട് ഭവിക്കുക. 11-ാം അധ്യായത്തിൽ വീണ്ടും കാണിച്ചു കൊടുക്കുന്നു കൗരവരെ നിഗ്രഹിച്ചതായിട്ട്. അപ്പോൾ നിഗ്രഹിച്ചതായിട്ട് കാണിച്ചു കൊടുക്കുന്ന കൃഷ്ണന് എന്തുകൊണ്ട് ആദ്യമേ ഇത് പറഞ്ഞുകൂടായിരുന്നു? എന്നാൽ എളുപ്പമായിരുന്നില്ല, ഇത്രയൊക്കെ സമയം വേസ്റ്റ് ചെയ്യണമായിരുന്നു. ഉറപ്പ് കൊടുത്താൽ മതി. ഇന്ന് ഞാനും നിങ്ങളൊക്കെ എന്തെങ്കിലും കാര്യം ചെയ്യണമെങ്കിൽ ഉറപ്പ് കിട്ടുന്നത് പോലെ. നമ്മൾ ഉറപ്പ് കിട്ടാതെ ഒരു സാധനവും തീരുമാനിക്കാറില്ല. അതുകൊണ്ട് എന്താ കാര്യം വെച്ചാൽ നമ്മൾ നന്നാവാറില്ല. കാരണം എപ്പോഴും റിസ്ക് എടുക്കുമ്പോഴേ കാര്യം നടക്കാറുള്ളൂ. ഒരു റിസ്ക്കും ഇല്ലാത്തതിന് ഒരു ഫലം ഉണ്ടാവില്ല. നമുക്കെല്ലാം ഷുവറാക്കണം. രാത്രിയിലത്തെ ഊണ് ഷുവറായതുകൊണ്ടാണ് ഇവിടെ ഇരിക്കണത്. ഇപ്പം ബന്ദ് ഡിക്ലെയർ ചെയ്തു എന്ന് പറഞ്ഞേട്ടെ, ഇത് കേൾക്കാൻ പറ്റില്ല. കാരണം അൺഷ്യൂറായിട്ടുള്ള ഒരു ഗ്രൗണ്ടിലൂടെ നടക്കാൻ ഞാനും നിങ്ങളും സന്നദ്ധരല്ല. നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് എല്ലാം പ്ലാൻ ചെയ്ത് ജീവിക്കണമെന്നാണ്. ജീവിതത്തിൽ ഒരു പ്ലാനും ഇല്ല എന്നുള്ളതാണ് വാസ്തവം. ഒരു പ്ലാനും ഇല്ലാത്തൊരു സാധനമാണ് ജീവിതം. ഇത്രയും എന്നെക്കാൾ കൂടുതൽ കാലം ഇവിടെ ഇരിക്കുന്ന പലരും ജീവിച്ചിട്ടുണ്ട്. ഞാൻ ഈ അടുത്ത കാലത്ത് വന്നവനാണ്. നിങ്ങൾ എന്നേക്കാൾ മുമ്പ് വന്നവരാണ്. എന്നേക്കാൾ ജീവിതാനുഭവങ്ങളുള്ളവരാണ്. നിങ്ങൾക്കിത് മനസ്സിലായിട്ടില്ല എങ്കിൽ, ഈ ഒരുപാട് ഗ്രന്ഥങ്ങൾ വായിച്ചു കേട്ടെങ്കിലും അതൊക്കെ വെറുതെ ആയിപ്പോയി. കാരണം ജീവിതത്തെ നമ്മൾ നിരീക്ഷിക്കാതെയാണ് ജീവിച്ചത്. നിരീക്ഷിക്കാതെ കെയർലെസ് ആയിട്ട് ജീവിക്കുന്നത് ശരിയാവില്ല, പൂർണ്ണാവില്ല. കെയർലെസ് ആയിട്ട് നോക്കുന്ന ഒരു ഫയല് റീബൗണ്ട് ചെയ്യുന്നത് പോലെ, നമ്മളൊരു ഫയൽ കെയർലെസ് ആയിട്ട് നോക്കി ഒപ്പിട്ടു, അടുത്ത മേശയിലേക്ക് തള്ളി, മേലുദ്യോഗസ്ഥൻ അത് നോക്കിയിട്ട് പറയും നോട്ട് കംപ്ലീറ്റ്, ചെക്ക് അഗെയിൻ എന്ന് പറഞ്ഞ് തിരിച്ചു വിടും. അതേപോലെയാണ് ഈ പുനർജന്മം ഉണ്ടാവുന്നത്. പൂർണ്ണമായിട്ട് ജീവിക്കാൻ ഭഗവാൻ പറഞ്ഞു വിടുന്നു. അപൂർണമായിട്ട് ജീവിച്ചിട്ട് അങ്ങോട്ട് പോകുമ്പോൾ അങ്ങേര് പറയും ഞാനിതിനല്ല വിട്ടത്, ഒന്നുകൂടെ പോയിട്ട് വരാൻ പറയും. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നു പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് നമ്മളിത് കേൾക്കുന്നത്. അപ്പം നമ്മളുടെ ഉള്ളിലൂടെ പ്രവർത്തിക്കുന്നത് ഈശ്വരനാണ് എന്ന പരിപൂർണ ബോധം നമുക്കുണ്ടെങ്കിൽ, അത് ഉണ്ടാവാൻ കുറച്ച് പ്രയാസമാണ്. കാരണം അത് ഈ എന്നെ നമ്മൾ ഇന്നലെ പറഞ്ഞില്ലേ, ഈ ഞാൻ ഇല്ലാതാകുന്ന കാര്യം എനിക്കിഷ്ടമല്ല. ഈ ഞാനിന് ഇങ്ങനെ കൊണ്ടു നടക്കുകയാണ്, അതാണ് എനിക്കിഷ്ടം. ഞാൻ ഈശ്വരനായാൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഈശ്വരൻ ഞാനായി പോയാൽ പ്രശ്നമാണ്. എനിക്ക് എന്നെ നിലനിർത്തിക്കൊണ്ട് ബാക്കിയുള്ളതൊക്കെ കിട്ടണം, നടക്കില്ല. അതുകൊണ്ട് കുറ്റബോധമില്ലാതെ ജീവിക്കാൻ ഇതെല്ലാം സാധിക്കും. കുറ്റബോധങ്ങളില്ലെങ്കിൽ എന്തായിരിക്കും നമ്മൾ ചെയ്യുക? നമ്മൾ പെർഫെക്റ്റ് ആയിരിക്കും നമ്മുടെ പ്രവർത്തനം. നമ്മുടെ പ്രവർത്തനത്തിൽ ഒരു കടുകുമണിയോളം പോലും വ്യത്യാസം ഉണ്ടാവുകയില്ല. മോസ്റ്റ് പെർഫെക്റ്റ് ആക്ഷൻ ആയിരിക്കും നമ്മൾ ചെയ്യുക. നിങ്ങൾ എന്ത് തീരുമാനമെടുത്താലും ആ തീരുമാനം കറക്റ്റായിട്ടുള്ള തീരുമാനമായിരിക്കും. കാരണം അതെടുക്കുന്നത് ഈശ്വരനാണ്. പൂർണ്ണബോധത്തിൻ്റെ ഉപകരണമായി പ്രവർത്തിക്കുകയും അപൂർണബോധത്തിൻ്റെ ഉപകരണമായി പ്രവർത്തിക്കുകയും ചെയ്യുന്നത് തമ്മിൽ വ്യത്യാസമുണ്ട്. അപൂർണമായിട്ടുള്ള ബോധം ഈശ്വരൻ്റെ അംശം മാത്രമാണെങ്കിൽ പൂർണ്ണബോധം ഈശ്വരൻ തന്നെയാണ്. അതുകൊണ്ട് ഈശ്വരൻ്റെ ചൊൽപ്പടിക്ക് വഴങ്ങാൻ പാകത്തിനാക്കുക ജീവിതം. അങ്ങനെ ഈശ്വരബോധത്തിനനുസൃതമായി വഴങ്ങാൻ ജീവിതം സജ്ജമാക്കിയാൽ ജീവിതം ഉത്സവമാണ്, അല്ലെങ്കിൽ ജീവിതം ദുരിതമാണ്. ഇതിലേത് തിരഞ്ഞെടുക്കണമെന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും നമുക്കില്ല. ഞാൻ ഉണ്ടാവുമെന്ന് പറഞ്ഞ് വിചാരിച്ചാണ് നിങ്ങൾ കേൾക്കുന്നതെങ്കിൽ ഇല്ല, അതിനുള്ള സ്വാതന്ത്ര്യം പോലും നമുക്കില്ല. അതും ഈശ്വര നിശ്ചയമാണ്. പക്ഷെ ഇപ്പം ഇത്രയും പേർക്ക് ഈശ്വര നിശ്ചയം ഉണ്ട്, അല്ലെങ്കിൽ ഇത് കേൾക്കില്ലല്ലോ. ഇത് കേൾക്കണമെങ്കിലും ഈശ്വര നിശ്ചയം വേണം, ഇത് മനസ്സിലാകണമെങ്കിലും ഈശ്വര നിശ്ചയം വേണം. അപ്പോൾ നമുക്ക് ഒന്നും ചെയ്യാനൊന്നുമില്ല ഈ ലോകത്ത്. നമ്മളെ കൊണ്ട് ചെയ്യിപ്പിച്ചുകൊള്ളും. അപകർഷതാബോധത്തിൻ്റെ ആവശ്യമില്ല. കാരണം ഞാൻ ഈശ്വരൻ്റെ കയ്യിലെ ഉപകരണമാണ്. നിങ്ങളും ഞാൻ എന്ന് പറയുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ഞാനെയാണ് ഉദ്ദേശിക്കുന്നത്, അല്ലാതെ എൻ്റെ മാത്രം ലിമിറ്റഡ് ഞാനല്ല. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുന്നത് ഞാനെന്നുള്ള തലത്തിലായതുകൊണ്ടാണ് ഞാനെന്നുള്ള പദം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കുന്നത്. നിങ്ങളും ഞാനും തമ്മിൽ വ്യത്യാസമില്ലാത്തത് കൊണ്ട്. അപ്പം ഞാൻ എടുക്കുന്ന തീരുമാനം ഈശ്വരൻ എടുക്കുന്ന തീരുമാനമാണ്. ഞാൻ അമൂല്യനാണ്. അമൂല്യനായിട്ടുള്ള എനിക്ക് എവിടുന്ന് അപകർഷതാബോധം ഉണ്ടാവും? ഉത്കർഷതാബോധം ഉണ്ടാവില്ല, സുപ്പീരിയോറിറ്റി കോംപ്ലക്സും ഉണ്ടാവില്ല. എന്താ കാരണം? നിങ്ങളും ഈശ്വരൻ്റെ കയ്യിലെ ഉപകരണങ്ങളാണ്. ഈശ്വരൻ്റെ കയ്യിലിരിക്കുന്ന വാളിന് തോന്നുമോ പരിചയേക്കാൾ ശ്രേഷ്ഠനാണ് ഞാൻ എന്ന്?
ഈശ്വരൻ്റെ കയ്യിലിരിക്കുന്ന ശംഖിന് തോന്നുമോ ചക്രത്തെക്കാൾ ശ്രേഷ്ഠനാണ് ഞാൻ? ഈശ്വരൻ്റെ കയ്യിലിരിക്കുന്ന താമരയ്ക്ക് തോന്നുമോ ഞാൻ ഗദയേക്കാൾ ശ്രേഷ്ഠമാണെന്ന്? താമര മൃദുവും ഗദ കഠിനവുമാണ്. തോന്നില്ല. കാരണം ഞാൻ ഏതുപോലെയാണോ അമൂല്യനായിരിക്കുന്നത് അതുപോലെ നിങ്ങളും അമൂല്യരായതുകൊണ്ട് എനിക്ക് നിങ്ങളെ കാണുമ്പോഴും നിങ്ങൾക്ക് എന്നെ കാണുമ്പോഴും അപകർഷതാബോധങ്ങളില്ല, സുപ്പീരിയോറിറ്റി കോംപ്ലക്സുകളില്ല. റിലേഷൻഷിപ്പ് എത്ര ഹാർമോണിയസ് ആയി എന്ന് നോക്കുക. ഒരൊറ്റ സാധനം മനസ്സിലാകുമ്പോൾ ജീവിതത്തിലുണ്ടാവുന്ന മാറ്റങ്ങളാണ് ഞാൻ പറയുന്നത്. നമ്മളിലൂടെ പ്രവർത്തിക്കുന്നത് ഈശ്വരനാണ് എന്ന് ബുദ്ധി കൊണ്ടെങ്കിലും പരിപൂർണമായിട്ട് മനസ്സിലാക്കിയാൽ ഉച്ചനീചത്വം ഉണ്ടാവില്ല. ഭാരതീയ സംസ്കൃതിയിൽ ഉച്ചനീചത്വങ്ങളൊന്നുമില്ല. പക്ഷെ വ്യത്യാസങ്ങളുണ്ട്. വാളിൻ്റെ പണിയല്ല പരിച ചെയ്യുക, പരിചയുടെ പണിയല്ല താമര ചെയ്യുന്നത്, താമരയുടെ പണിയല്ല ഗദ ചെയ്യുന്നത്. അപ്പോൾ ഓരോന്നിൻ്റെയും ആക്ഷനിലുള്ള വ്യത്യാസങ്ങൾ അവ തമ്മിലുള്ള ഉച്ചനീചത്വങ്ങളായി പരിണമിക്കില്ല. കാരണം ഭഗവാന്റെ ആയുധങ്ങളാണ്. അപ്പോൾ ഇത്രയും ആയുധങ്ങളോടുകൂടിയ സഹസ്ര പാണി എന്നൊക്കെ പറയുന്നത് അതാണ്. നമ്മളെല്ലാം കയ്യിലെ ആയുധമാണ്. നമുക്ക് ജീവിതം ആഘോഷിക്കാം. അപ്പം നമ്മുടെ ജീവിതത്തെ ആഘോഷപൂർണമാക്കുന്നതും ആഘോഷപൂർണമല്ലാതാക്കുന്നതും നമ്മളുടെ അറിവാണ്. ഇത് കേട്ടാൽ മനസ്സിലായില്ലെങ്കിൽ അത് മനസ്സിലാകുന്ന തലത്തിലേക്ക് എത്താനാണ് ദേവതകളുടെ ആരാധന. ഈ ആരാധന കൃത്യമായിട്ട് ചെയ്താൽ ഈ ഫലമുണ്ടായിക്കൊള്ളും എന്നുള്ളതാണ്. കാരണം നമ്മൾ പൂജിക്കുന്ന സമയത്ത് നമ്മളിതെല്ലാം കൊടുക്കുന്നു, അർച്ചിക്കുന്നു, സമർപ്പിക്കുന്നു. ആദ്യമൊക്കെ നമ്മൾ വെറുതെ പറയേണ്ടാവുള്ളൂ സമർപ്പിക്കുകയാണ്. കുറച്ചു കാലം അത് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ചിന്തിച്ചു കൊടുക്കും, എന്തിനെയാണ് ഞാൻ സമർപ്പിക്കുന്നത്, ആർക്കാണ് ഞാൻ സമർപ്പിക്കുന്നത്. അപ്പം സമർപ്പിക്കണം എന്ന് നമ്മൾ എല്ലായിടത്തും കേട്ടിട്ടുണ്ട്. സമ്പൂർണ്ണ സമർപ്പണം വേണം. ആരെ സമർപ്പിക്കാൻ, എന്ത് സമർപ്പിക്കാൻ? നിങ്ങളുടെ എന്തെങ്കിലും ഒരു സാധനം നിങ്ങളുടേതാണോ? അവിടെ ഞാൻ എൻ്റേതടക്കം. ശരീരം ഇഷ്ടപ്പെട്ടിട്ട് കിട്ടിയതാണോ ഈ ശരീരം? അല്ല. ഈ ജീവിതം ജനിക്കണം എന്ന് വിചാരിച്ചെടുത്ത് ഇച്ഛ കൊണ്ട് ജനിച്ചതാണോ? അല്ല. നിങ്ങൾ സമ്പാദിച്ചു എന്ന് കരുതുന്നതെല്ലാം എങ്ങനെ വന്നു? അപ്പോൾ ഈശ്വരാനുഗ്രഹം കൊണ്ട് മാത്രം കിട്ടിയ ജീവിതത്തിലൊന്നും സമർപ്പിക്കാനൊന്നുമില്ല. ആ ബോധതലത്തിലേക്കാണ് സമർപ്പണം നമ്മളെ നയിക്കുക. ആര് സമർപ്പിക്കുന്നു, എന്ത് സമർപ്പിക്കുന്നു എന്നുള്ള ചിന്ത വരും. ഇത് കുറച്ചു കാലം ചെയ്തുകൊണ്ടിരുന്നാൽ വരും. അപ്പം നമ്മുടെ ചിന്ത ഉണരുകയും ഈ അർത്ഥതലത്തിൽ ജീവിക്കാൻ സഹായിക്കുകയും ഈ ബോധം നമ്മളിൽ ഉണ്ടാവുകയും ചെയ്യും. എന്നാലും ഇടയ്ക്കിടയ്ക്ക് പതിച്ചേക്കാം. ഇടയ്ക്കിടയ്ക്ക് ആ ബോധതലത്തിൽ നിന്ന് നൈസർഗികമായിട്ടുള്ള സാമാന്യ തലത്തിലേക്ക് വീണേക്കാം. പേടിക്കാനില്ല. ഉണർന്നെഴുന്നേറ്റ് പോവുക. അതാണ് അഭ്യാസേണതു കൗന്ദേയ എന്ന് പറഞ്ഞത്. ഇവിടെയും അപ്പം ആരെയും വിവേചിക്കാൻ പാടില്ല എന്നാണ് പറയണത്. ഒരാളെയും നമ്മളെക്കാൾ മോശമായിട്ട് കരുതാൻ പാടില്ല. ഒരാളെയും ഞാൻ ആദ്യത്തെ ദിവസം പറഞ്ഞതുപോലെ നമ്മുടെ മുകളിലായിട്ട് കരുതാനും ആവശ്യമില്ല. അതുകൊണ്ട് എനിക്ക് നിങ്ങളോടും നിങ്ങൾക്ക് എന്നോടും പ്രത്യേകിച്ചൊരു ബഹുമാനത്തിൻ്റെ ആവശ്യമില്ല. വാളിനെ കാണുമ്പം പരിചയ്ക്കൊരു ബഹുമാനം, പരിചയെ കാണുമ്പം വാളിനൊരു ബഹുമാനം, ഇതൊന്നും ഉണ്ടാവില്ല. നിങ്ങൾ എൻ്റെ ഭഗവാന്റെ കയ്യിലെ ഒരു ആയുധം, ഞാൻ നിങ്ങളുടെ ഭഗവാന്റെ കയ്യിലെ ഒരു ആയുധം. അപ്പോൾ നമ്മൾ തമ്മിൽ പ്രത്യേകിച്ച് യാതൊരു ഉച്ചനീചത്വവും ഇല്ലാത്തത് കൊണ്ട് എനിക്ക് നിങ്ങളെ കാണുമ്പം ഒരു പ്രത്യേക ബഹുമാനം ഒന്നും ഉണ്ടാവേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എന്നെ കാണുമ്പോഴും ഉണ്ടാകേണ്ട ആവശ്യമില്ല. അപ്പം ഞാൻ നിങ്ങളും തമ്മിൽ സംവദിക്കുന്നതും സംസാരിക്കുന്നതും തുല്യരായിട്ടായിരിക്കും. തുല്യത ആയിട്ട് നടത്തുന്നതിനെയാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അതാണ് സംവാദം. ഒരേ തലത്തിലുള്ളവർ തമ്മിലുള്ള വർത്തമാനം. അല്ലെങ്കിൽ തലം മാറിയാൽ കേട്ടാൽ മനസ്സിലാവില്ല. അപ്പോൾ ഒരൊറ്റ ആശയത്തിൻ്റെ പ്രാവർത്തികമാക്കലിൽ നമ്മുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങളുടെ ഒരു പരിച്ഛേദമാണ് ഞാൻ പറഞ്ഞത്. ഈ ഒരാശയം ജീവിതത്തെ മുഴുവൻ മാറ്റിമറിക്കും. ഒരു ഭാഗത്തെ മാത്രമൊന്നുമല്ല. എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും കറക്റ്റായിരിക്കും. അപ്പോൾ ഈ ടൈം മാനേജ്മെൻറ്റ്, മറ്റേ മാനേജ്മെൻ്റ് എന്നൊക്കെ പറഞ്ഞ എക്സ്ട്രാ കോഴ്സുകളൊന്നും പോണ്ട. നിമിത്തമാത്രം ഭവ സവ്യസാചിൻ എന്ന ഗീതാ ശ്ലോകാർത്ഥത്തെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ മതി. ബാക്കി ഒരു മാനേജ്മെൻറ്റ് കോഴ്സിലും പോകണ്ട. എക്സാക്റ്റ് ആയിരിക്കും തീരുമാനം. ശ്രമിച്ചു നോക്കൂ നിങ്ങൾ കുറച്ച് ദിവസം. ആദ്യത്തെ കുറച്ച് ദിവസം ഒരു പതർച്ച വരും. പിന്നെ എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും കറക്റ്റായിരിക്കും. കറിക്ക് ഉപ്പിടുമ്പോൾ ഈ കറിക്ക് ഇത്ര ഉപ്പിടണം എന്ന് ഏത് ടെക്സ്റ്റ് നോക്കിയിട്ടാണ് നിങ്ങൾ പഠിച്ചത്?
ഏത് അമ്മ ഇത്രയും കറിക്ക് 2 വഴുതനങ്ങയും 4 വെണ്ടയ്ക്കയും എടുത്താണ് നീ കറി ഉണ്ടാക്കുന്നതെങ്കിൽ ഈ സ്പൂണിൻ്റെ അരക്കാൽ സ്പൂൺ ഇടണമെന്ന് ഒരമ്മയും മക്കൾക്ക് പറഞ്ഞു കൊടുത്തതായിട്ട് കേട്ടിട്ടില്ല. ഈ എന്താ പറയുക, കോളേജിലും സ്കൂളിലും അല്ലാതെ അവരെങ്ങാനും വെക്കുന്ന ആഹാരം വായി വയ്ക്കാനും കൊള്ളുകയില്ല. അപ്പം പഠിച്ച് കുക്ക് ചെയ്യുന്നവരും ഈ വീട്ടമ്മമാരെല്ലാം പഠിപ്പിക്കാതെ കുക്ക് ചെയ്ത ഒരു കുക്കിംഗ് ക്ലാസ്സും അണ്ടർഗോ ചെയ്തിട്ടില്ല. പക്ഷെ അവർ ഉപ്പിടുമ്പോൾ അത് കൃത്യമായിരിക്കും. ഏത് ബുക്ക് നോക്കിയിട്ട് എന്താ പ്രമാണം അത്ര ഉപ്പിടാൻ? ഒരു പ്രമാണവും ഇല്ല. അതെങ്ങനെ പഠിച്ചു? ആര് പഠിപ്പിച്ചു? ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനമാണ് ആഹാരം. അതൊരു 2-3 ദിവസം കിട്ടാതായാൽ അറിയാം അതിൻ്റെ ബുദ്ധിമുട്ട്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ജീവിതത്തിലെ ഒരു സാധനം എങ്ങനെ പഠിച്ചു? ആര് പഠിപ്പിച്ചു? ഈശ്വരനാണത്. ആ ഈശ്വരൻ നിങ്ങളെ മറ്റതൊന്നും പഠിപ്പിക്കില്ല എന്ന് എങ്ങനെ വിചാരിക്കും? ആഹാരം ഉണ്ടാക്കാൻ മാത്രമേ പഠിപ്പിച്ചുള്ളൂ, തീരുമാനം എടുക്കാൻ അങ്ങേര് പഠിപ്പിക്കില്ല. അതൊന്നുമല്ല, എല്ലാത്തിലും ഈശ്വരനുണ്ട്. അപ്പോൾ ആ ബോധതലത്തിൽ നിന്ന് കുറച്ചൊന്ന് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും അത് സ്വായത്താക്കാൻ. അത്ര എളുപ്പമല്ല അത്. അപ്പോഴത്തേക്കും നമ്മുടെ വേറെ ചിന്തകൾ വരും. അതിനെ എല്ലാം കട്ട് ചെയ്ത് ഈ ഒരു ചിന്ത തത്കാലത്തേക്ക് നിങ്ങൾ ഞാൻ പറയുന്നത് സത്യമാണെന്ന് അങ്ങോട്ട് അംഗീകരിക്കുക. അതിനെതിരെ നിങ്ങൾക്ക് എന്ത് ചിന്ത വന്നാലും ഒരു 48 ദിവസം നിങ്ങൾ അംഗീകരിക്കാതിരിക്കുക. അത് കഴിഞ്ഞിട്ട് വേണേൽ നിങ്ങൾ അംഗീകരിച്ചു. 48 ദിവസം നേരത്തേക്ക് ഇങ്ങേര് സത്യമാണ് പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ ഈശ്വരൻ്റെ അംശമാണ്, ഞാൻ ഈശ്വരനാണ്, എന്നിലൂടെ പ്രവർത്തിക്കുന്നത് ഈശ്വരനാണ്. ഒന്ന് ചിന്തിച്ച് ജീവിച്ചു നോക്കൂ. കുറച്ച് ദിവസം ജീവിതത്തിൻ്റെ ക്വാളിറ്റി മാറ്റം വരും, സന്തോഷപ്രദമായിരിക്കും ജീവിതം. അപ്പോൾ ഇവിടെ ചണ്ടമുണ്ടന്മാർക്ക് ഈശ്വരാനുഗ്രഹം കൊണ്ട് ദേവിയെ കാണാനിടയായി. അങ്ങനെ ദേവിയെ ചണ്ടമുണ്ടന്മാർ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട്, കാരണം പ്രതീക്ഷിച്ചിട്ടല്ല പോണത്, ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നതും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ്. ജീവിതത്തിലെ പ്രധാന സംഭവങ്ങളെല്ലാം അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ്, അപ്രതീക്ഷിതമായിട്ടാണ് സംഭവിക്കുന്നതെങ്കിൽ ഈശ്വരനെ കാണലും ഈശ്വര ഉന്മുഖമായിട്ടുള്ള പ്രയാണവും അതേപോലെ തന്നെ ആയിരിക്കണം. അത് മാത്രം ബോധപൂർവം ചെയ്യുകയും ബാക്കിയൊക്കെ സംഭവിക്കുകയും ചെയ്യാൻ വഴിയില്ല. അപ്പോൾ ജീവിതത്തിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. ചണ്ടമുണ്ടനും അതുപോലെ തന്നെ വീണ്ടും വീണ്ടും പോവുകയാണ്. അവർക്ക് അവരുടെ പ്രകൃതിക്കനുസരിച്ച് മാത്രമേ ഈശ്വരനെ ഡീൽ ചെയ്യാൻ പറ്റുള്ളൂ. കൃത്രിമമായ ഒരു പ്രകൃതി ഉണ്ടാക്കിയിട്ട് ഈശ്വരനെ സമീപിക്കാൻ തയ്യാറാകാതിരുന്ന ചണ്ടമുണ്ടന്മാർ നിഷ്കപടന്മാർ. നമ്മളായിരുന്നെങ്കിൽ അപ്പോഴത്തേക്ക് പോളിഷ്ഡ് ആയിട്ടുള്ള ബിഹേവിയറൊക്കെ ആക്കും. ഒരു ജെന്റിൽ വുമണിനെ കാണാൻ പോവാണ്, അപ്പോൾ കുറച്ച് റിഫൈൻഡ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ തറവാട്ടുകാർക്ക് ചീത്തപ്പേരല്ലേ എന്ന് വിചാരിച്ച് അസുരനായ ഞാൻ കോട്ടും സൂട്ടും ഒക്കെ ഇട്ട് റിവോൾവർ അരയെ തിരികെ കാണാത്ത രീതിയിൽ അവിടെ ചെന്ന് നിന്ന് ഔപചാരികതയൊക്കെ പറയുന്ന കേട്ടാൽ പാവം ദേവി പറ്റിക്കപ്പെടും. പക്ഷെ നമുക്ക് മോക്ഷവും കിട്ടില്ല. ഇവിടെ അതൊന്നുമില്ല. തൻ്റെ ഒറിജിനൽ സ്വരൂപം, പ്രാകൃതമായ സ്വരൂപം അവിടെ ചെന്ന് വിളിച്ച് പറയാണ്, എടി എൻ്റെ യജമാനൻ്റെ ഭാര്യ ആയിക്കോ, അല്ലെ നിന്റെ തലമുടി പിടിച്ച് വലിച്ചു കൊണ്ടുപോകുന്നു. അവനും കൊടുത്തു ദേവൻ മോക്ഷം. ഇവിടെ നമ്മളിരുന്ന് ലളിതാ സഹസ്രനാമമൊക്കെ പാടുകയാണ്. ആ കേശത്തിൻ്റെ വർണ്ണനയൊക്കെ എത്ര മനോഹരമായിട്ടാണ് വർണ്ണിക്കുന്നത്. ഒരു ദേവിയും പ്രത്യക്ഷയാവുന്നില്ല. എന്താ, ശരിക്കുമാണോ വർണ്ണിക്കുന്നത്? ചിന്തിക്കേണ്ടതാണ്. ഇവിടെ മുടി പിടിച്ച് സുന്ദരമായ മുടി, അമാവാസിയിലെ ഇരുട്ടിൻ്റെ കാളിമയെ തോൽപ്പിക്കുന്ന കറുത്ത മുടി, അതിൽ വിതറിയിരിക്കുന്ന നക്ഷത്രരാശികളെ ലജ്ജിപ്പിക്കുന്ന പൂക്കൾ കൊണ്ട് അലങ്കൃതമായ മുടി. ആ മുടിയെ വർണ്ണിച്ചു നമ്മൾ. ഇവിടെ ഒരു വർണ്ണനയില്ല, മുടി ചുറ്റിപ്പിടിച്ച് കൊണ്ടുവരുമെന്നാണ് പറയണത്. അവന് കൊടുത്തു മോക്ഷം. സ്തുതിക്കുന്ന രായിക്ക് രാമായണം സമയം കിട്ടിയാൽ ലളിതാ സഹസ്രനാമാദികൾ ചൊല്ലി സ്തുതിക്കുന്ന നമുക്ക് നമ്മളുടെ കഷ്ടപ്പാടിൽ നിന്നുള്ള മോക്ഷം പോലും തരുന്നില്ല. അൾട്ടിമേറ്റ് മോക്ഷമൊക്കെ പോട്ടെ. എന്തുകൊണ്ട്? ഇപ്പൊ ചണ്ടമുണ്ടന്മാരെ ദേവി കാണുകയാണ്. അവരുടെ ആ ആക്രമണോത്സുകത കാണുമ്പം ദേവിക്ക് സന്തോഷമൊന്നുമല്ല ഉണ്ടാവണത്. ദേവി കോപിക്കുകയാണ് ചെയ്യുന്നത്. ആ ദേവിയുടെ കോപം കാളികയായി തീർന്നു. ആ കാളിക തൻ്റെ പണി തുടങ്ങുകയാണ്. വാളും ഖഡ്വാങ്കവും ഒക്കെ പിടിച്ചു വന്നിരിക്കുന്ന ആ ദേവി ഈ ദേവതകളെ, ഈ അസുരഗണങ്ങളെ ഓരോരുത്തരെയും നമ്മൾ സദ്യ ഉണ്ണുന്നത് പോലെ കഴിക്കുകയാണ്. കുറേ കാലമായിട്ട് വിശന്നവളാണ് ഇവൾ. ഇവൾ ശുഷ്ക ദേഹയാണ്, മെലിഞ്ഞിരിക്കുന്നവളാണ്. ഇവൾ അമാവാസിയുടെ പ്രതീകമാണ്. അവൾ എല്ലാത്തിനെയും തന്നിലേക്ക് ലയിപ്പിക്കാൻ വേണ്ടി തുടങ്ങുകയാണ്. ഇന്നലെ നമ്മൾ കണ്ടത് ആനക്കാരനെയും ആനപ്പാപ്പാനെയും. അപ്പോൾ അവരെയെല്ലാം ഇന്നലെ കഴിച്ചു. ഒരു കൈ കൊണ്ട് എല്ലാവരെയും താടിക്കുകയും ചെയ്തു, ഒന്നും നഷ്ടപ്പെട്ടു പോകാതെ എല്ലാവരെയും കഴിക്കാൻ. ഇതേപോലെ പണ്ട് ഭദ്രകാളിക്ക് വാഹനമായി കിടന്നതും
ഒരു വേതാളാണ്. ഭദ്രകാളി ദാരികാസുരനെ നിഗ്രഹിക്കുന്നതിന് വേണ്ടി മഹാദേവന്റെ തൃക്കണ്ണിൽ നിന്ന് പൊട്ടിപ്പുറപ്പെട്ടു. അപ്പോൾ ദാരിക നിഗ്രഹമാണ് ദേവിയുടെ ജന്മോദ്ദേശം എന്ന് മനസ്സിലാക്കി ആ ജന്മോദ്ദേശം, ദേവിയുടെ അവതാരോദ്ദേശം, അതാണ് ജന്മോദ്ദേശം. നമ്മളും എല്ലാം അവതാരങ്ങളാണ് ഈശ്വരൻ്റെ. അതുകൊണ്ട് നമുക്കുമൊക്കെ ജന്മോദ്ദേശങ്ങളുണ്ട്. ആ ഉദ്ദേശത്തെ ദാരികനെ നിഗ്രഹിക്കുന്നതിന് വേണ്ടി ദേവി പുറപ്പെട്ടപ്പം ദേവിക്കൊരു വാഹനം വേണം. അങ്ങനെ വേതാളം എന്ന ഒരു വാഹനത്തെക്കുറിച്ച് കേട്ടു. അവിടെ പോയി. അപ്പോൾ ആ വേതാളത്തിനെ വർണ്ണിക്കുന്ന ഒരു ഭാഗമുണ്ട് കാളി നാടകം എന്ന ഗ്രന്ഥത്തിൽ. നാരായണ ഗുരുദേവൻ എഴുതിയ കാളി നാടകമല്ല, വേറെ ഒരു കാളി നാടകം. സി അച്യുതമേനോൻ എന്ന പേരുള്ളൊരു മഹാപണ്ഡിതനുണ്ടായിരുന്നു പണ്ട്. വേർഷിപ്പ് ഓഫ് കാളി എന്ന പേരിൽ അദ്ദേഹം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. കാലടി ശ്രീരാമകൃഷ്ണ ആശ്രമത്തിൽ ഈ പുസ്തകത്തിൻ്റെ കോപ്പിയുണ്ട്. കാലടിയിലുള്ള രാമകൃഷ്ണ ആശ്രമത്തിൽ കാളീസ് വേർഷിപ്പ് എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. ഇംഗ്ലീഷിലാണ് പേരെങ്കിലും പുസ്തകം മലയാളത്തിലാണ്. ആ പുസ്തകത്തിനകത്ത് ഈ കാളിയെക്കുറിച്ച് ഉള്ള അപൂർവമായിട്ടുള്ള സ്തോത്രങ്ങളും കഥകളുമുണ്ട്. അതിലാണ് ഈ കാളി നാടകമുള്ളത്. കാളി നാടകത്തിൽ ഈ വേതാളത്തെ വർണ്ണിക്കുന്ന ഒരു ഭാഗമുണ്ട്. മഴുപോലെ പല്ലും കൊഴുപോലെ നാക്കും എന്നൊക്കെ പറയുന്ന ഒരു ഭാഗം. മനോഹരമായിട്ടുള്ള വേതാള വർണ്ണന. വേതാളം ഒരു വിചിത്ര ജീവിയാണ്. ആ വേതാളത്തിൻ്റെ അടുത്ത് ചെന്ന് ചോദിക്കുകയാണ് തൻ്റെ വാഹനമാകാമോ എന്ന്. വേതാളം ചോദിക്കുകയാണ്, എനിക്ക് എന്ത് കിട്ടും അതുകൊണ്ട്? നിനക്കെന്താ വേണ്ടത്? വിശപ്പ് സഹിക്കാൻ വയ്യ, എനിക്ക് ദാഹവും സഹിക്കാൻ വയ്യ, കുറേ കാലമായി വിശപ്പും ദാഹവുമായിട്ട് കിടക്കുന്നു. കാളി പറയുകയാണ്, ദാരികനെ നിഗ്രഹിക്കാൻ പോകുമ്പോൾ ആ രണഭൂമിയിലുള്ള ദാനവ മാംസം മുഴുവൻ നിനക്ക് ഭക്ഷിക്കാം, അവരുടെ രക്തം മുഴുവൻ നിനക്ക് പാനം ചെയ്യുകയും ചെയ്യാം. അങ്ങനെ ആ വിശപ്പ് ഇതിലെല്ലാം നമുക്ക് കാണും. വിശപ്പിനെ കുറിച്ച് സംസാരിച്ചിട്ടില്ല ഭാരതീയ ശാസ്ത്രം എന്ന് പറയുന്നതും ശരിയല്ല. വിശപ്പിനെ കുറിച്ചിട്ട് ഉപനിഷത്തുക്കളിൽ ആദ്യമായിട്ട് പരാമർശം വരുന്നത് ഛാന്തോക്യ ഉപനിഷത്തിലാണ്. ഇപ്പം ഛാന്തോക്യ ഉപനിഷത്തിൽ വിശപ്പിനെ കുറിച്ച് മനുഷ്യൻ പഠിച്ചിരുന്നു. വിശപ്പ് അനുഭവിച്ചിരുന്ന മനുഷ്യന് അനുഗ്രഹമായിട്ട് വേണ്ടതും അന്നമാണ് എന്ന് ഇവിടുത്തെ മഹർഷീശ്വരന്മാർക്ക് മനസ്സിലായിരുന്നു. അതുകൊണ്ട് വിശക്കുന്നവൻ്റെ ഈശ്വരൻ അന്നമായതുകൊണ്ട് അന്നത്തെ ബ്രഹ്മമെന്നും അവർ വിളിച്ചിരുന്നു. പക്ഷെ അവരുടെ കാഴ്ചപ്പാട് വയറ്റിനെ മാത്രം കേന്ദ്രീകരിച്ചല്ലായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് ആധുനികന്മാർക്ക് അവരെ മനസ്സിലാകാതെ പോയത്. ആധുനിക പുരോഗമന ചിന്താഗതിക്കാർ വിശക്കുന്നവർക്ക് വേണ്ടി മുറവിളി കൂട്ടുന്നവരാണ്. അവർ കുറേ കാലമായിട്ട് മുറവിളി കൂട്ടിയിട്ടും ലോകത്തിൽ വിശക്കുന്നവരുടെ എണ്ണം കുറയുകയാണോ കൂടുകയാണോ ചെയ്തത്? എണ്ണം എടുക്കാം. ഇന്ത്യ മാത്രമല്ല ലോകത്തിലുള്ളത്, ലോകത്ത് ഒരുപാട് രാഷ്ട്രങ്ങളുണ്ട്. വിശപ്പ് കൂടുക ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവരുടെ കാഴ്ചപ്പാട് മനുഷ്യൻ്റെ വയറ്റിൽ മാത്രമാണ്. വയറന്മാർ മാത്രമാണ് മനുഷ്യൻ എന്നവർ ധരിച്ചു. വയറ്റിലേക്ക് ആഹാരമുണ്ടാക്കുവാൻ വേണ്ടി അവർ കൂട്ടായ്മകളിൽ പ്രവർത്തിച്ചു. അവർ ബാക്കിയുള്ളതെല്ലാം ഒഴിവാക്കാൻ പറഞ്ഞു. പക്ഷെ മനുഷ്യന് വയറ് മാത്രമല്ല ഉള്ളത്. മനുഷ്യൻ അതിൻ്റെ മുകളിലും മറ്റു പല അവയവങ്ങളും അവയ്ക്കും ആവശ്യകതകളുണ്ട് എന്നും മനസ്സിലാക്കിയ മനുഷ്യൻ, മഹർഷീശ്വരന്മാർ മനുഷ്യനെ സമഗ്രമായിട്ട് കണ്ടു. അവൻ്റെ പൂർണ്ണമായിട്ടുള്ളതിൽ ഒരു ഭാഗം മാത്രമാണ് വയറ് എന്ന് കണ്ടു. അപ്പോൾ വിശപ്പിന് പ്രാധാന്യമുണ്ടായിരുന്നു. ആ പ്രാധാന്യമുണ്ടായിരുന്നത് കൊണ്ടാണ് പല ദേവീദേവന്മാരെയും വിശക്കുന്നവരായിട്ടും ദാഹിക്കുന്നവരായിട്ടും ഇവിടെ ചിത്രീകരിച്ചത്. ദാഹിച്ചിരിക്കുന്നതും വിശക്കുന്നതും ഒരു ഈശ്വര സങ്കല്പമായി കണ്ടിട്ടുള്ള ഏക ജനത ഭാരതീയരാണ്. മറ്റുള്ള എല്ലാ ജനതയും വിശപ്പിൽ നിന്ന് അകലാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ, ദാഹത്തിൽ നിന്ന് അകലാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ, ഈ നാട്ടിലെ മനുഷ്യരാണ് അതിനെപ്പോലും ഈശ്വരോന്മുഖരാക്കാൻ സാധിക്കും എന്ന് മനസ്സിലാക്കിയവർ. അപ്പം ആരാ ശ്രേഷ്ഠര്? ആ വിശക്കുന്നവനെയും ദാഹിക്കുന്നവൻ്റെയും സ്വരൂപത്തിൽ പോലും ഈശ്വരനുണ്ട് എന്നും വിശപ്പും ദാഹവും ഈശ്വരീയമാണ് എന്നും കാണിച്ച ഒരു സംസ്കാരം, അതെങ്ങനെയാ കാരുണ്യമില്ലാത്ത സംസ്കാരമാകുന്നത്? അതൊക്കെ നമ്മൾ ആലോചിക്കേണ്ടതാണ്. മഹർഷീശ്വരന്മാരുടെ ദർശനങ്ങൾ കപട ദർശനങ്ങളാണ് എന്നും ബൂർഷ്വാ ദർശനങ്ങളാണ് എന്നും അത് വിശന്നിരിക്കുന്നവർക്കുള്ളതല്ല എന്നും ഉണ്ട് കഴിഞ്ഞിട്ട് വേറൊന്നും ചെയ്യാൻ ഇല്ലാത്തവരുടെ സംഭാവനകളാണ് എന്നും ഒക്കെ പറയുന്നവർ ഭാരതീയ സംസ്കൃതിയെ അതിൻ്റെ തനിമയിൽ മനസ്സിലാക്കിയിട്ടില്ല. കാരണം ഇവിടെ വിശപ്പ് കൊണ്ട് ആർദ്രരായവരും മർദ്ദിതരായവരും ദാഹം കൊണ്ട് ക്ഷീണിച്ചവരുമായിട്ടുള്ള
ഈശ്വര സങ്കല്പങ്ങളും ഈശ്വരവാഹന സങ്കല്പങ്ങളും ഉള്ള നാടാണിത്. ആ വിശക്കുന്നത് പോലും ഒരു ഈശ്വരീയ കാര്യമായിട്ട് കണ്ട് അതിനെ പോലും ആരാധിച്ചിരുന്ന ഒരു സംസ്കാരം. ഈശ്വരനെ ആരാധിക്കുമ്പോൾ എപ്പോഴും ആനന്ദം കിട്ടുമെന്നുള്ളത് കൊണ്ട് വിശപ്പിലൂടെയും ദാഹത്തിലൂടെയും ആനന്ദത്തെ അന്വേഷിക്കാമെന്ന് മനസ്സിലാക്കിയ ഒരു സംസ്കാരം അതെങ്ങനെ മോശമായ ഒരു സംസ്കാരമാകും? അങ്ങനെ വിശപ്പിലൂടെയും ദാഹത്തിലൂടെയും ആനന്ദപ്രാപ്തിക്ക് സാധ്യമാകും എന്ന കണ്ട ഒരു സംസ്കാരത്തിലാണ് വിശന്നും ദാഹിച്ചുമിരുന്ന് മരണത്തെ പ്രാപിക്കാൻ ആൾക്കാർ തയ്യാറായിട്ടുള്ളത്. ഏതൊന്നിൽ നിന്നാണോ മനുഷ്യൻ എപ്പോഴും ഒളിച്ചോടാൻ ആഗ്രഹിക്കുന്നത് അതിനെ സ്വീകരിച്ച് അതിലൂടെ മോക്ഷത്തിലെത്തുവാൻ സാധിക്കും എന്ന് പറഞ്ഞ മഹർഷീശ്വരന്മാരാണോ വലിയ സംസ്കാരത്തിൻ്റെ ആൾക്കാർ? അത് നമുക്ക് തീരുമാനിക്കാം. ഇവിടെ വിശപ്പ് മാറ്റുന്നതിനെ പറ്റിയും ദാഹി മാറ്റുന്നതിനെ പറ്റിയും വർഷങ്ങളോളം, ദശകങ്ങളോളം, നൂറ്റാണ്ടുകളോളം സംസാരിച്ചിട്ടും ഇവിടുത്തെ വിശപ്പ് മാറുകയോ ദാഹം മാറ്റാൻ സാധിക്കുകയോ ചെയ്തിട്ടില്ല എന്നോർക്കണം. ഒരു 30, 40, 50 കൊല്ലങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ ശുദ്ധജലമുണ്ടായിരുന്നത്ര ശുദ്ധജലം ഇന്ന് അതേ ഭൂമിയിലില്ല എന്നും ഓർക്കണം. പ്രാകൃതന്മാരായിട്ടുള്ള നമ്മുടെ മഹർഷീശ്വരന്മാർ ജീവിച്ചിരുന്നതിലും ഭൂമി മലീമസമാക്കപ്പെട്ടു എന്നും ഓർക്കണം. എന്നിട്ട് വേണം എന്തെങ്കിലുമൊക്കെ പറയാൻ. എന്തു വേണമെങ്കിലും പറയാം, പക്ഷേ ആലോചിച്ചിട്ട് പറയണം. വിശക്കുന്ന കാളി പുറത്തോട്ട് വരികയാണ്, ഇവരെ പിടിച്ച് തിന്നുകയാണ്. അങ്ങനെ ആ ആനകളെയെല്ലാം തിന്നതിന് ശേഷം ഒരേ ആഹാരം തന്നെ കുറേ കഴിച്ചാൽ ബോറടിക്കും. അപ്പം അടുത്ത ആഹാരം വേണം. ചുറ്റും നോക്കിയപ്പം നല്ല സുന്ദരനായ ഒരു കുതിര നിൽക്കുന്നു. ഇനി അവനെയാണ് പിടിക്കാൻ പോണത്. ഇന്നലെ ആനയാണ് തിന്നത്, ഇന്ന് പറയുകയാണ് തഥൈവ യോധം തുരകൈ രഥം സാരഥിനാ സഹ നിക്ഷിപ്യ വക്ത്രേ ദശനൈശ്ചർവയന്ത്യതിഭൈരവ. അതുപോലെ തന്നെ ആ കാളീദേവി അശ്വാരൂഢന്മാരെ കുതിരകളോടുകൂടിയും തേരുകളെ തേരാളികളോടുകൂടിയും മുഖത്തിൽ ക്ഷേപിച്ചിട്ട് പല്ലുകളെ കൊണ്ട് അതിഭയങ്കരമാകും വണ്ണം ചവയ്ക്കുന്നു. അശ്വാരൂഢന്മാരെ കുതിരകളോടുകൂടിയും, കുതിരപ്പുറത്തിരിക്കുന്നവരെ കുതിരകളോടുകൂടിയാണ് ഈ ദേവി കഴിക്കുന്നത്. വല്ലാണ്ട് ആർത്തി മൂത്താൽ തൊലി കളയാതെ പഴം കഴിക്കുന്നത് പോലെ. അത് ഭയങ്കരമായിട്ട് വിശപ്പ് വന്നാൽ കൈ കിട്ടിയത് അങ്ങ് എടുത്ത് കഴിക്കും. അതിനകത്ത് തൊലിയാണോ മണ്ണാണോ അഴുക്കാണോ കഴുകിയതാണോ പെസ്റ്റിസൈഡ് ഉണ്ടോ എന്നൊന്നും നമ്മൾ നോക്കുകയില്ല, കഴിക്കും. വിശപ്പ് അത്രയും കഠിനമാണ്. ഇവിടെ കുതിരയെ കണ്ടപ്പോൾ ഇഷ്ടം തോന്നിയപ്പോൾ അതിൻ്റെ മുകളിൽ ഒരുത്തൻ ഇരിക്കുന്നു. ഈ നല്ല ഡെസർട്ടൊക്കെ കൊണ്ടുവയ്ക്കുമ്പോൾ അതിൻ്റെ മുകളിലൊരു ചെറി വെച്ചത് വരുന്നത് പോലെ. ദേവി അതൊരൊറ്റ കഴിപ്പെടുത്ത് കഴിച്ചു. അത് കഴിഞ്ഞപ്പോഴാണ് നല്ല സുന്ദരമായ ഒരു രഥം, അതിൻ്റെ മുകളിലുണ്ട് 2-3 പേര്, അതിനെ എടുത്തങ്ങ് കഴിച്ചു. എങ്ങനെയാണ് കഴിച്ചത്? മുഖത്തിൽ ഒരു രഥം മുഴുവൻ നിക്ഷേപിക്കുകയാണ്. അവളുടെ വായയ്ക്ക് എന്ത് വലുപ്പുണ്ടാവുമെന്നൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു സുന്ദരമായ പോർക്കുതിര വളരെ നല്ല ആരോഗ്യമുള്ളതായിരിക്കും. ഈ ഹോഴ്സ് റേസിങ്ങിനൊക്കെ പോകുന്ന കുതിരകളെ പോലെ നല്ല തണ്ടും മിടുപ്പുള്ള കുതിര. അതിൽ ഒരെണ്ണം എടുത്ത് കഴിക്കുകയാണ്. അത് ചവച്ച് തീരുന്നതിന് മുമ്പാണ് നല്ല രഥം അപ്പുറത്ത് നിൽക്കുന്ന കണ്ട് അതും എടുത്തങ്ങ് വിഴുങ്ങി കഴിക്കാനുള്ളതാണെന്ന് പറഞ്ഞു. അതിനെ വായിലിട്ട് കടിച്ച് ചവച്ച് അരയ്ക്കുന്ന ദേവി. ആ ദേവി ഒന്ന് മനസ്സിൽ ആലോചിച്ച് നോക്കിയേ. മുഖവും ഇതൊക്കെ എടുത്ത് കഴിക്കുന്ന ഇതാണ് കാളി എന്ന് പറഞ്ഞ് നമ്മൾ ചെല്ലുന്നത്. വിവേകാനന്ദ സ്വാമിയുടെ ഒരു കവിതയുണ്ട് കാളിയെക്കുറിച്ച്. അമ്മേ, നിന്നെ പൂമാല ചാർത്തി പേടിച്ച് ഭക്തജനം എന്ന് അഭിമാനിക്കുന്നവർ മാറി നിന്നുകൊണ്ട് നിന്റെ നല്ല കാര്യങ്ങളെക്കുറിച്ചും സൃഷ്ടിന്മുഖമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചും കീർത്തിക്കാറ് പതിവുണ്ട്. നീ മരണവും മൃത്യുവുമാണെന്നറിയുന്നവൻ ആരോ അവന് മാത്രമേ നിന്നെ ശരിക്കും മനസ്സിലാകുന്നുള്ളൂ എന്ന് പറയുന്ന, അക്ഷരാർത്ഥമല്ല ഞാൻ പറഞ്ഞത്, അതിൻ്റെ ജിസ്റ്റാണ് ആ കവിതയുടെ. വിവേകാനന്ദ സ്വാമിയുടെ ഒരു കവിതയുണ്ട് കാളിയെക്കുറിച്ച്. അപ്പോൾ ഈ ഭീഷണമായിട്ടുള്ള മുഖം, ഗുഹ പോലത്തെ വായ പിളർത്തി കുതിരയെയും ആനയെയും തേരുകളെയും കടിച്ച് ചവച്ച്, ദേവിക്ക് പക്ഷഭേദമില്ല, തേരുകളെയും തേരാളികളോടുകൂടിയും എന്നാ പറഞ്ഞേ, ചരാചരാത്മകമായ ഈ പ്രപഞ്ചത്തെ, അതിൽ ജീവനുള്ളതാണോ ജീവനില്ലാത്തതാണോ എന്നുള്ള വകഭേദം കൂടാതെ ദേവി കഴിക്കുകയാണ്. ജീവനില്ലാത്തതാണെ നമ്മൾ ഒഴിവാക്കും. നമ്മുടെ ചോറിൽ കല്ല് ഉണ്ടെങ്കിൽ ആ കല്ല് മാറ്റി വെച്ചാൽ നമ്മൾ കഴിക്കുക. ദേവി എങ്ങനെയാ? ദേവി ആ കല്ലോട് കൂടിയിട്ടാണ് ഇത് കഴിക്കുന്നത്. കാരണം ദേവിയെ സംബന്ധിച്ചിടത്തോളം ചരമെന്നോ അചരമെന്നോ ഉള്ള വ്യത്യാസമില്ല.
ചരമെന്നോ അചരമെന്നോ വ്യത്യാസമില്ലാത്തത് കൊണ്ട് ഈ തേരോട് കൂടിയിട്ടുള്ളതിനെ കഴിക്കുകയാണ്. തേര് ചവയ്ക്കാൻ സുഖമല്ല എന്ന് വിചാരിച്ചിട്ട് എടുത്ത് കളയുന്നൊന്നുമില്ല. മത്സ്യം കഴിക്കുമ്പോൾ മുള്ള് കളയുന്നത് പോലെയും മാംസം കഴിക്കുമ്പോൾ എല്ലും കഷ്ണം കളയുന്നത് പോലെയും ദേവി ചെയ്യുന്നില്ല. അതാ ദേവി നമ്മളും തമ്മിലുള്ള വ്യത്യാസം. മുരിങ്ങ കഴിക്കുമ്പോൾ അതിൻ്റെ എസൻസ് എടുത്തിട്ട് തണ്ട് കളയുന്നത് പോലെയും ദേവി ചെയ്യുന്നില്ല. ദേവി കട്ടിച്ച് ചവച്ച. അപ്പം ആ വക്ത്രേ ദശനൈർ ചർവയന്തി അതിഭൈരവം ചവയ്ക്കുക. എങ്ങനെയാണ് ഇത് ചവയ്ക്കുന്നത്? അത് കണ്ടാൽ തന്നെ പേടിയാവും. എന്നാലോചിച്ച് നോക്കുക, കണ്ടു നോക്കാൻ ശ്രമിക്കുക, പേടി വരും. ആ ചർവയന്തി അതിഭൈരവം, അവിടെ രണ്ടർത്ഥമുണ്ട് അതിഭൈരവം എന്നുള്ളതിന്. ആ ചവയ്ക്കുന്നത് തന്നെ കാണുമ്പോൾ അത് ഭയാനകമാണ്. അത് ചവയ്ക്കുമ്പോൾ കേൾക്കുന്ന ശബ്ദം അതിലും ഭയാനകം. ഈ പ്രപഞ്ചത്തെ ഒന്നാക്കുന്ന പ്രോസസ്സിൽ ഭയം തോന്നുക സ്വാഭാവികമാണ്. ഈശ്വരോന്മുഖമായിട്ടുള്ള പ്രയാണത്തിൽ ഞാൻ ഇല്ലാതാകാൻ തുടങ്ങുന്ന ആ മൊമെന്റിൽ ഉണ്ടാവുന്ന ഭയം ഭയാനകമാണ്. അത് നമുക്ക് സഹിക്കാവുന്നതിലും കൂടുതലാണ്. അതാണ് ഇവിടെ വർണ്ണിക്കുന്നത്. അത്രയും വലിയ വായിലേക്ക് ഇതെല്ലാം ഇട്ട് കഴിക്കുകയാണ്. ഏകം ജഗ്രാഹ കേശേഷു ഗ്രീവായാമഥ ചാപരം പാദേനാക്രമ്യ ചൈവാന്യം അബോധയൽ. ആ കാളീദേവി സുരന്മാരെ തലമുടികളിലും മറ്റൊരുത്തനെ കഴുത്തിലും പിടിച്ച് വേറെ ഒരു അസുരനെ കാലുകൊണ്ട് ചവിട്ടിയും മറ്റൊരസുരനെ മാറിടം കൊണ്ട് ഞെക്കിയും നിഗ്രഹിച്ചു. ഇതിനിടയ്ക്ക് ചിലർ ഓടിപ്പോകാൻ നോക്കി, ദേവിയുടെ ഇലയിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കി. ദേവിക്ക് വിളമ്പിയിരിക്കുന്ന വിഭവസമൃദ്ധമായിട്ടുള്ള സദ്യയിൽ നിന്ന് പുറത്ത് ചാടാൻ നോക്കിയവരുടെയൊക്കെ ഗതിയായി വർണ്ണിച്ചത്. എന്താണ്? ഒരുത്തൻ്റെ തലമുടിക്ക് പിടിച്ച് വലിച്ചു. ആ പിടിച്ച് വലിച്ചോടുകൂടി അവൻ ചത്തുപോയി. അപ്പം അതിനെ അവിടെ ഇട്ടു. മറ്റൊരുത്തൻ്റെ കഴുത്തിന് പിടിച്ചോ ഞെക്ക്. വലിയ ഞെക്കൊന്നും കൊടുക്കണ്ട, ഈ വലിയ വായയ്ക്ക് അനുസൃതമായിട്ടായിരിക്കും കയ്യും. അപ്പം വലിയ ഞെക്കൊന്നും കൊടുക്കണ്ട, ഒരു ഞൊട്ടു കൊടുത്താൽ മതി, സാധനം അവിടെ വീഴും. അതിൻ്റെ പിന്നെയോ വേറൊരുത്തനെ കാലുകൊണ്ടും ചവിട്ടി മറ്റൊരസുരനെ മാറിടം കൊണ്ട് ഞെക്കിക്കൊന്നു. ഞെക്കിയും കൊന്നു, മാറിടം കൊണ്ട് ഞെക്കിക്കൊന്നു. സ്തന്യം കൊടുക്കാനുള്ളതാണ്. തന്നാൽ സൃഷ്ടമായതിനെ മുഴുവൻ പരിപോഷിപ്പിക്കാനുള്ളതാണ്. തന്നാൽ സൃഷ്ടമായിട്ടുള്ളതിനെ പരിപോഷിപ്പിക്കാൻ മാത്രമല്ല, തൻ്റെ സ്തന്യങ്ങൾ നൽകുന്ന സ്തനങ്ങൾക്ക് കഴിയുക, തന്നത് തിരിച്ചെടുക്കാനും സാധിക്കും എന്ന് കാണിക്കുന്നു. ഏതൊരു ദേവിയാണോ ദേവിയുടെ മലകൾ പോലെയുള്ള സ്തനത്തിൽ നിന്ന് ചുരത്തുന്ന സ്തന്യം കൊണ്ട് സൃഷ്ടപ്രപഞ്ചത്തെ സംരക്ഷിക്കുന്നത്, അതേ ദേവിയുടെ അതേ സ്തനങ്ങൾ കൊണ്ട് നമുക്ക് ആ ദേവി ഈ സൃഷ്ടപ്രപഞ്ചത്തെ നമ്മളെ നിഗ്രഹിക്കുകയും ചെയ്യും. ഗംഗാ നദീതീരത്ത് രാമകൃഷ്ണ പരമഹംസർക്ക് ഉണ്ടായ ഒരു ദർശനം ഈ തത്വത്തെ കാണിച്ചു കൊടുക്കുന്നു. ഗംഗാ നദീതീരത്ത് അതിഗർഭിണിയായ ഒരു സ്ത്രീ ഒരു ശിശുവിനെ പ്രസവിക്കുകയും പ്രസവിച്ചു കഴിഞ്ഞ ഉടനെ ആ ശിശുവിനെ എടുത്ത് ഭക്ഷിക്കുകയും ചെയ്യുന്ന ദർശനമുണ്ടായിട്ടുണ്ട്. ആ ദർശനം കണ്ടു കഴിഞ്ഞപ്പോൾ ആദ്യം അത് കുറച്ച് അദ്ദേഹത്തെ അസ്വസ്ഥതപ്പെടുത്തി. പക്ഷെ പിന്നെ ചിന്തിച്ചപ്പോഴാണ് മനസ്സിലായത്, ഏതൊരു ശക്തിയിൽ നിന്നാണോ ഈ പ്രപഞ്ചം ഉദ്ഭവിക്കുന്നത് അതേ ശക്തിയിലേക്ക് തന്നെയാണ് അത് ലയിക്കുന്നത്. അതുകൊണ്ട് ഉണ്ടാകുമ്പോൾ സന്തോഷവും ഇല്ലാതാകുമ്പോൾ ദുഃഖവും ആവശ്യമില്ല. ഇത് അദ്ദേഹത്തിന് ഈ അറിവുകൾ ഒരു പുസ്തകം വായിച്ചിട്ട് കിട്ടിയതല്ല. ഈ അറിവുകൾ ദേവി അദ്ദേഹത്തിനൊരു ദർശനത്തിലൂടെ പകർന്നു കൊടുത്തതാണ്. അപ്പോൾ അറിവുകൾ ഈ പുസ്തകം വായിച്ചിട്ടോ പ്രവചനങ്ങൾ കേട്ടിട്ടോ കിട്ടേണ്ടതല്ല. അല്ലെങ്കിൽ അതുമാത്രമല്ല, കിട്ടാനുള്ള വഴി ദർശനങ്ങളിലൂടെയും കിട്ടും. ആ ദർശനങ്ങൾ ഉണ്ടാകാൻ എന്ത് വേണം? ഈശ്വരനോടുള്ള അദമ്യമായിട്ടുള്ള ഒരടുപ്പം. ദുഃഖത്തിലും സുഖത്തിലും ആ ഈശ്വരനെ കൂട്ടാളിയായിട്ട് പിടിക്കുവാനുള്ള ഒരു തുറന്ന സമീപനം. നമ്മുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ സുഖങ്ങൾ ഉണ്ടാകുമ്പോഴും ഏതുപോലെയാണോ നമ്മുടെ സുഹൃത്തുക്കളെ സ്വീകരിക്കുകയോ ഉപേക്ഷിക്കാതെയോ ഇരിക്കുന്നത്. നമുക്കൊരു ഉറ്റ സുഹൃത്തുണ്ടെങ്കിൽ നമ്മുടെ ദുഃഖങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും നമ്മുടെ സുഖങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ആ സുഹൃത്ത് നമ്മുടെ സുഹൃത്ത് തന്നെയായിരിക്കും. സൗഹൃദത്തിന് മാറ്റമുണ്ടാവുകയില്ല. അതേപോലെ നമ്മുടെ ജീവിതമാകുന്ന കളരിയിലുണ്ടാകുന്ന വ്യത്യസ്ത അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ഈ ഈശ്വരനെ നമുക്ക് വിടാതിരിക്കാൻ സാധിക്കുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ഈ അനുഭവം ഉണ്ടാവുകയുള്ളൂ.
അപ്പോൾ ചരാചരാത്മകമായിട്ടുള്ള ഈ പ്രപഞ്ചത്തെ മുഴുവൻ തൻ്റെ അതിവിശാലമായിട്ടുള്ള ആനനത്തിനകത്തിട്ട് ചവച്ചരച്ച് കഴിക്കുമ്പോൾ അത് ദേവിയായി തീരും. ആ കഴിക്കുന്ന ആഹാരം ശരീരമായി തീരും. സ്ഥൂലാംശം ശരീരവും സൂക്ഷ്മാംശം മനസ്സുമായി തീരും. നമ്മളെ ദേവി ആഹരിച്ചു കഴിഞ്ഞാൽ ദേവിയുടെ സ്ഥൂലമായ അംശവും സൂക്ഷ്മമായ അംശവും നമ്മൾ ആയി തീരും. ഞാൻ എന്നുള്ളതിൻ്റെ ഇല്ലായ്മയാണ് ഉണ്ടാകുന്നത് എന്നുള്ളത് കൊണ്ട് എനിക്കത് അതിഭയാനകം. ഇവിടെ ദേവി അതാ ചെയ്യുന്നത്. തേരും തേരാളിയും, കുതിരയും കുതിരയുടെ പുറത്തിരിക്കുന്നയാളും, ആനയും ആനപ്പുറത്തിരിക്കുന്നവനും, മനുഷ്യനും മൃഗവും അചരമായിട്ടുള്ള ജഡപ്രകൃതിയെയും അവിടെ ഈശ്വരൻ കഴിക്കുകയാണ്. തൈർമുക്താനി ച ശസ്ത്രാണി മഹാസ്ത്രാണി തഥാസുരൈ മുഖേന ജഗ്രാഹരൂഷ ദശനീർ മഥിതാന്യപി. ആ കാളീദേവി ചണ്ടമുണ്ടാദി അസുരന്മാരാൽ പ്രയുക്തങ്ങളായിട്ടുള്ള ആയുധങ്ങളെയും മഹത്വക്കളായ ബാണങ്ങളെയും കോപത്തോടുകൂടി മുഖം കൊണ്ട് ഗ്രഹിച്ച് പല്ലുകൊണ്ട് കടിച്ചു പൊട്ടിച്ചു. ഈ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ അതും ഇതുമൊക്കെ വരുന്നത് തടുത്ത് വാങ്ങിച്ചങ്ങ് കടിച്ചു പൊട്ടിക്കുകയാണ്. അത്രയും ശക്തമാണ് ദേവിയുടെ പല്ലുകൾ. ഞാണുകളെ പൊട്ടിക്കാൻ അത്ര എളുപ്പമൊന്നുമല്ല. ആ ഞാണുകളെ പോലും പൊട്ടിക്കുവാൻ ശക്തിയുള്ള ദേവിയുടെ ദന്തങ്ങൾ. ദേവിയുടെ ദന്തങ്ങൾ അത്രയും ശക്തമാണ് ആ ദേവി. അപ്പോൾ ദേവി ആ അസുരന്മാരെ, നാനാവിധത്തിലുള്ള പ്രപഞ്ചത്തെ മുഴുവൻ ഒന്നിനെ പോലും തൻ്റെ അനുഗ്രഹത്തിൻ്റെ പരിധിയിൽ നിന്ന് പുറത്താക്കാതെ എല്ലാത്തിനെയും തന്നിലേക്ക് അസിമുലേറ്റ് ചെയ്യുകയാണ്. അങ്ങനെ തൈർമുക്താനി ച അസ്ത്രാണി, തൈ ആ അസുരന്മാരാൽ മുക്തമാക്കപ്പെട്ടിട്ടുള്ള ശസ്ത്രാണി മഹാസ്ത്രാണി, മഹാസ്ത്രങ്ങളും ശസ്ത്രങ്ങളും. അസ്ത്രവും ശസ്ത്രവും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട്. കയ്യിൽ നിന്ന് വിടുന്നത് അസ്ത്രവും കയ്യിൽ വെച്ച് പ്രയോഗിക്കുന്നത് ശസ്ത്രവും. ഇത് രണ്ടുമാണ് ശസ്ത്രാസ്ത്രങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. ശസ്ത്രം കയ്യിൽ നിന്ന് വിടാതെ ഉപയോഗിക്കുന്നത് വാള്, കുന്തം, ശൂലം മുതലായവ കൈകൊണ്ട് ഉപയോഗിക്കുമ്പം. അസ്ത്രം എറിയുന്ന ശൂലം, ഇതൊക്കെ അസ്ത്രം. കയ്യിൽ നിന്ന് വിക്ഷേപിക്കപ്പെടുന്നത് അസ്ത്രവും കയ്യിൽ വെച്ച് പ്രയോഗിക്കുന്നത് ശസ്ത്രവും. ഈ രണ്ടും ആണ് നമ്മളെ അസുരന്മാരാക്കുന്നത്. നമുക്ക് ഈ രണ്ട് കാര്യമുണ്ട് നമ്മുടെ അകത്ത്. നമ്മളിൽ നിന്ന് പുറത്തേക്ക് തൊടുക്കപ്പെടുന്നത് നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്നത്. തൊടുക്കപ്പെടുന്നത് എന്താ? വാക്കുകളാണ്. അകത്തിരിക്കുന്നത് ചിന്തകളാണ്. ചിന്തകളും വാക്കുകളാണ്. അപ്പോൾ വാക്കുകളാകുന്ന അസ്ത്രശസ്ത്രങ്ങളോട് കൂടിയവരാണ് നമ്മൾ. നമ്മുടെ വാക്കുകൾക്കും നമ്മുടെ ചിന്തയ്ക്കും നമ്മുടെ ജീവിതത്തിൽ എന്താണ് ഫലം? നമ്മൾ തൊടുക്കുന്ന വാക്ഷരങ്ങളെ കൊണ്ട് എത്ര പേർക്ക് മുറിവേൽക്കുന്നത് എന്നൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ തൊടുക്കുന്ന വാക്കുകൾ പലപ്പോഴും കുത്തുവാക്കുകളാണ്. നല്ലത് എന്തെങ്കിലും കാണിച്ചു തന്നാൽ നല്ലതല്ലാത്തത് അതിൽ നിന്ന് കണ്ടുപിടിക്കാൻ വ്യഗ്രത കാണിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ എന്നെങ്കിലും നല്ലതുണ്ടായാലല്ലേ അത്ഭുതപ്പെടേണ്ട ആവശ്യമുള്ളൂ. ഒരു മനോഹരമായ സാധനം കാണിച്ചു തന്നാൽ അതിൻ്റെ മനോഹാരിത ആസ്വദിക്കാനല്ല നമുക്ക് തോന്നുക, അതിലൊരു ചെറിയ പുഴുകുത്തി വീണ ഓട്ട കണ്ട് രസിക്കാനാണ് നമുക്ക് തോന്നുക. എന്നിട്ട് നമ്മൾ പരാതിപ്പെടുകയായിരുന്നിട്ട് എൻ്റെ ജീവിതത്തിൽ ഒരു നല്ലതും ഉണ്ടാവുന്നില്ലല്ലോ എന്ന്. എന്നെങ്കിലും ചുറ്റുപാടുമുള്ള ജീവിതത്തിലെ എന്തെങ്കിലും ഒരു നല്ല കാര്യം മനസ്സ് തുറന്ന് അംഗീകരിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ജീവിതത്തിൽ പുഴുക്കുത്തുകൾ മാത്രമേ വീഴുന്നുള്ളെങ്കിൽ അതിൻ്റെ ഉത്തരവാദി ഈശ്വരനോ നിങ്ങളോ? ഞാൻ അടക്കമുള്ള നിങ്ങളോ എന്നാണ് അതിൻ്റെ അർത്ഥം. ഞാൻ എപ്പം ഞാൻ എന്ന് പറഞ്ഞാലും നമ്മളെ ഉദ്ദേശിക്കുന്നത്, ഞാൻ എപ്പം നിങ്ങളെന്ന് പറഞ്ഞാലും എന്നെ ഉദ്ദേശിക്കുന്നത്, എന്നെയും കൂടെ കൂട്ടിയിട്ടാണ്. അപ്പോൾ പേടിക്കണ്ട. കാരണം എന്തെങ്കിലും മനോഹരമായ ഒരു സാധനം ഞാൻ കാണിച്ചു തരാം എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ. നിങ്ങൾ ഇവിടെ വരുന്നതാണെന്ന് റെക്കഗ്നൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറയാം, അല്ലെങ്കിൽ പറയല്ല, പേടിയാ. എന്ത് വിചാരിക്കും എന്നറിയില്ലല്ലോ. നല്ലത് കാണിച്ചു നോക്ക്, നല്ലത് പറയില്ല. നല്ലത് പറയാത്ത നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ നല്ലത് വരും? അതുകൊണ്ട് അത് അസ്ത്രം വിടാണ്. ആരോടാ പറയണത്? എന്താ പറയുന്നത്? അയാൾക്ക് ഇത് എങ്ങനെയാ തോന്നുക? ഒന്നുമില്ല, അവനെ വേദനിപ്പിച്ചു. ഇനി കൈ വെച്ചിരിക്കുന്ന ശസ്ത്രം കൊണ്ട് അവനവനെങ്കിലും ഗുണമുണ്ടോ? നോക്കാം. എന്താ ഈ വാക്കുകളെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളുകയല്ല. ഞാനോ ഇല്ലെങ്കിലും ഒരു കുഴപ്പമില്ല. ഒരു വിലയുമില്ലാത്ത ഒരു ജന്തുവാ ഞാൻ. എന്നെ പറ്റിയുള്ള എൻ്റെ ചിന്തകൾ മഹാമോശ. അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ? എനിക്കൊരു ഗുണവുമില്ല. അപ്പൊ ശസ്ത്രങ്ങൾ കൊണ്ട് തന്നെയും അസ്ത്രങ്ങൾ കൊണ്ട് മറ്റുള്ളവരെയും നിരന്തരം ദ്രോഹിച്ചു കൊണ്ടിരിക്കുന്നു. ഇതിനെന്താ
പ്രത്യുപായം എന്താ ഇതിന്? അസ്ത്രങ്ങളെ അസ്ത്രങ്ങൾ കൊണ്ടും ശസ്ത്രങ്ങളെ ശസ്ത്രങ്ങൾ കൊണ്ടും നേരിടണം എന്നാണ് യുദ്ധതന്ത്രം. അമ്പും വില്ലും കയ്യിലേന്തിയിരിക്കുന്നവനോട് അമ്പും വില്ലും കൊണ്ടും, കുന്തം കയ്യിൽ പിടിച്ചിരിക്കുന്നവനോട് കുന്തം കൊണ്ടും, വാള് കയ്യിൽ പിടിച്ചിരിക്കുന്നവനോട് വാള് കൊണ്ടും യുദ്ധം ചെയ്യണം എന്നുള്ളതാണ് യുദ്ധതന്ത്രം. അപ്പം അസ്ത്രത്തെ അസ്ത്രം കൊണ്ട് നേരിടണം. എന്തായിരിക്കണം പ്രത്യസ്ത്രം? മറ്റുള്ളവരല്ല അത് അയക്കേണ്ടത്, നമ്മൾ തന്നെ. നമ്മളിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് ദോഷകരമായിട്ടുള്ള ചിന്തകൾ വാക്കുകളായിട്ട് പുറത്തേക്ക് വരുമ്പോൾ അതിനെ പ്രതിരോധിക്കണം. എങ്ങനെ? ഇതെല്ലാം മോശമാണ് എന്ന് പറയുന്ന ചിന്ത വരുമ്പോഴേക്കും പ്രത്യസ്ത്രം പ്രയോഗിച്ചിരിക്കണം. ഇതെല്ലാം ഈശ്വര നിശ്ചയമായതുകൊണ്ട് നല്ലതാണ്. എന്തിലൊക്കെ ദോഷം കാണാൻ ശ്രമിക്കുന്നുവോ ആ ദോഷം കണ്ടു കഴിഞ്ഞാൽ ഉടനെങ്കിലും, തിരിച്ചറിഞ്ഞാൽ ഉടനെങ്കിലും അതേ സാധനത്തെ അതിൻ്റെ മറ്റു ഭാഗത്തു നിന്ന് വീക്ഷിക്കാൻ ശ്രമിക്കുക. നല്ലതല്ലാത്തത് പറഞ്ഞു കഴിഞ്ഞാൽ ഉടൻ ഒന്ന് ചിന്തിച്ചിട്ട് അതിലെ നല്ലത് കണ്ട് പറയാൻ ശ്രമിക്കുക. അത് അസ്ത്രത്തിൻ്റെ പ്രത്യസ്ത്രം. ശസ്ത്രത്തിൻ്റെ പ്രതിശസ്ത്രം എന്താണ്? എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല, അത് ശരിയല്ല, ഞാൻ ഈശ്വരൻ്റെ അംശമാണ്, ഞാൻ മഹാമോശക്കാരൻ, ശരിയാവാൻ വഴിയില്ല, കാരണം ഈശ്വരൻ എന്നിലൂടെ പ്രവർത്തിക്കുന്നു. ഈശ്വരൻ്റെ പ്രവർത്തനത്തിന് ഉപകരണമായി തീർന്ന ഞാൻ മോശക്കാരനാവാൻ വഴിയില്ല. അപ്പോൾ ശസ്ത്ര അസ്ത്രങ്ങൾ ജീവിതത്തിൽ പ്രയോഗിക്കാൻ തുടങ്ങിയാൽ, അവനവനോട് തന്നെ പ്രയോഗിക്കാൻ തുടങ്ങിയാലും ജീവിതം മാറും. അതുകൊണ്ടാണ് ഈ ദേവിമാരും അസുരന്മാരും തമ്മിൽ യുദ്ധം നടക്കുമ്പോൾ ശസ്ത്രപ്രത്യസ്ത്രവർഷിണി, ദേവിയുടെ ലളിതാ സഹസ്രനാമത്തിലെ ഒരു പേരാ. പ്രതിശാസ്ത്രവർഷിണി എന്നായിരുന്നു ശരിക്കും വേണ്ടത്. പക്ഷെ ശസ്ത്ര പ്രത്യസ്ത്രവർഷിണി എന്ന് പറയാൻ കാരണം ശസ്ത്രം എന്ന വാക്കുകൊണ്ട് ശസ്ത്രവും അസ്ത്രവും, അസ്ത്രം എന്ന വാക്കുകൊണ്ടും ശസ്ത്രവും അസ്ത്രവും പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അസ്ത്രശസ്ത്രങ്ങളെ നെഗറ്റീവായിട്ട് പ്രയോഗിക്കുന്നത് അസുരന്മാര്, അതേ ശസ്ത്രാസ്ത്രങ്ങളെ പോസിറ്റീവായിട്ട് പ്രയോഗിക്കുന്നത് ഈശ്വരന്മാര്. അപ്പം നമ്മളിലുള്ള ആസുരിക ടെൻഡൻസിയെ നമ്മളിൽ തന്നെയുള്ള ദൈവീക ടെൻഡൻസികൾ കൊണ്ട് അനിഹിലേറ്റ് ചെയ്യണം. ഇപ്പം ഈ കഥകളിൽ നിന്നൊക്കെ ശരിക്കും വലിയ വലിയ പാഠങ്ങളാണ് നമുക്ക് കിട്ടുന്നത്. ഇത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന ഉത്തരവാദിത്തം കേൾക്കുന്നവർക്കുള്ളതാണ്, പറയുന്നവനുള്ളതല്ല. അതുകൊണ്ട് ഉത്തരവാദിത്തം നിങ്ങൾ പ്രാവർത്തികമാക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അന്വേഷിക്കുകയും ചെയ്യേണ്ടതാണ്. ഒരു രീതിയിലും അവനവനെ പറ്റിയിട്ടുള്ള ഒരു അപകർഷതാബോധം വെച്ചു പുലർത്താൻ പാടില്ല. അത് ഈശ്വര നിന്ദയാണ്. ഞാൻ മോശക്കാരനാണ്, എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല, ഫിറ്റ് ഫോർ നത്തിങ് ആണ് എന്ന് രൂഢമൂലമായി വിശ്വസിക്കുന്ന ഒരാൾ ഏത് അമ്പലത്തിൽ പോയിട്ട് എത്ര വില കൂടിയ വഴിപാടുകൾ കഴിച്ചാലും ഈശ്വരൻ അനുഗ്രഹിക്കില്ല. കാരണം അവനവൻ്റെ ഉള്ളിലിരിക്കുന്ന ഈശ്വരനെ നിന്ദിച്ചുകൊണ്ട് പുറത്തിരിക്കുന്ന ഒരു ഈശ്വരനെ ആരാധിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഒരിക്കലും സ്വയം മോശക്കാരനാണെന്ന് പറയരുത്. അത് റൂൾ നമ്പർ 1. രണ്ടാമത്തെ നിയമം, മറ്റുള്ളവർ മോശക്കാരാണെന്നും പറയരുത്. കാരണം ഞാൻ മോശക്കാരനല്ല എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒട്ടൻ തീരുമാനിക്കുന്ന എന്തായിരിക്കും അറിയോ? ബാക്കിയുള്ളവരെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല എന്നാണ്. അതൊന്നും തീരുമാനിക്കരുത്. കാരണം മറ്റുള്ളവരും ഈശ്വരൻ്റെ അംശമാണ്. ഈ ചിന്ത കുറച്ചു കാലം ഒന്ന് ചിന്തിച്ചു നോക്കൂ, വ്യത്യാസം വരും. വ്യത്യാസം വരുമെന്നുള്ള കാര്യത്തിൽ ഞാൻ ഗ്യാരണ്ടി നിൽക്കാം, യാതൊരു സംശയവും വേണ്ട. കാരണം മഹർഷീശ്വരന്മാരുടെ വചനങ്ങളാണ്, അത് സത്യവാക്കാണ്, അത് ശരിയായിരിക്കും, സംശയിക്കേണ്ട ആവശ്യമില്ല. എപ്പം നിങ്ങളെ പറ്റി അപകർഷതാബോധം വരുന്നുവോ അപ്പോഴെല്ലാം കൗണ്ടർ ചെയ്യൂ അതിനെ. ഞാൻ ഈശ്വരൻ്റെ അംശമാണ്, അത്രയെങ്കിലും വിചാരിക്കും. ഈശ്വരനാണെന്ന് മുഴുവൻ വിശ്വസിക്കാൻ ചിലപ്പോൾ ആദ്യം പ്രയാസം വരും. ഞാൻ ഈശ്വരൻ്റെ അംശമാണ്. നിമിത്തമാത്രം ഭവസവ്യസാചിൻ എന്ന് ഗീത പറഞ്ഞിരിക്കുന്നു. ഈശ്വരൻ്റെ നിമിത്തമായി തീരാൻ സാധിച്ച ഞാൻ, നല്ലതായാലും ചീത്തയായാലും ഈശ്വരൻ്റെ ഉപകരണമാണ്. അപ്പോൾ ഈശ്വരൻ പൂർണ്ണനായതുകൊണ്ട് എന്നെ ഈശ്വരൻ ഉപകരണമായിട്ട് ഉപയോഗിക്കാൻ തീരുമാനിച്ചു എന്നുള്ളത് കൊണ്ട് ഞാനും ആ പൂർണ്ണതയുടെ ഭാഗം തന്നെയാണ്, അപൂർണനല്ല. മറ്റുള്ളവരും അതുപോലെ ചിന്തിച്ചു നോക്കൂ. ഇതൊക്കെ ഞാൻ ആദ്യം പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ടത് തന്നെയാണ്. അങ്ങനെ ചിന്തിച്ച് കുറച്ചു കാലം ഒന്ന് ജീവിച്ചു നോക്കൂ. ജീവിതത്തിൻ്റെ ക്വാളിറ്റിക്ക് വ്യത്യാസം ഉണ്ടാവും. നിങ്ങൾ കൂടുതൽ സുഖം അനുഭവിക്കുന്നവരായിത്തീരും. നിങ്ങളുടെ ജീവിതത്തിൽ ദുഃഖത്തിൻ്റെ അംശം വളരെ വളരെ കുറയും. അതല്ല, നിങ്ങൾ ഈ അപകർഷതാബോധമൊക്കെ ഉള്ളിൽ വെച്ചുകൊണ്ട് സുപ്പീരിയർ ആയിട്ടുള്ളൊരു ഈശ്വരനെ ആരാധിക്കാൻ വേണ്ടിയാണ് അമ്പലത്തിൽ പോകുന്നതെങ്കിൽ നിങ്ങളുടെ മേലുദ്യോഗസ്ഥനെ പോലെ ഇരിക്കുന്ന ഒരാളല്ല അമ്പലത്തിനകത്തിരിക്കുന്നത്. അങ്ങേര് പ്ലീസ്ഡ് ആവില്ല. ഒരു മേലുദ്യോഗസ്ഥൻ്റെ അടുത്ത് പോയിട്ട് തൻ്റെ മോശത്തരവും വിഡ്ഢിത്തവും പറഞ്ഞ് അയാളുടെ കേമത്തരവും ശ്രേഷ്ഠത്വവും പറഞ്ഞാൽ അയാളൊരു പക്ഷെ നിങ്ങളിൽ കനിയുമായിരിക്കും. പക്ഷെ നിങ്ങളായി അവതരിച്ച ഈശ്വരൻ്റെ അടുത്ത് പോയിട്ട് ഈശ്വരൻ്റെ അവതാരം മോശമാണെന്നും
ഈശ്വരൻ ശരിയാണെന്നും പറഞ്ഞാൽ ആ ഈശ്വരന് നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മുടെ മിക്കവാറും ആൾക്കാരുടെ ജീവിതത്തിൽ ഇത്രയും വലിയ വഴിപാടുകൾ കഴിച്ചിട്ടും ഒരു ഈശ്വരൻ ഇടപെടാത്തത്. എന്തൊക്കെ വഴിപാടുകൾ കഴിച്ചു, വല്ല ഗുണം ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടാവില്ല. കാരണം ഈ അപകർഷതാബോധവും പേറിയല്ലേ ജീവിക്കണേ. അതുകൊണ്ട് അതെല്ലാം എടുത്ത് പുറത്ത് കളയുക. ഈശ്വരൻ്റെ മുമ്പിൽ നമ്മൾ പരിപൂർണ സ്വതന്ത്രരാകുക. നമ്മളായി തീരുക. നല്ലതോ ചീത്തയോ ഈശ്വരൻ നിശ്ചയിക്കട്ടെ, മനുഷ്യരല്ലല്ലോ അത് നിശ്ചയിക്കേണ്ടത്. ആ ഈശ്വരനെ സമർപ്പിക്കുക. ഈശ്വരൻ്റെ ആഹാരമായി തീരാൻ പ്രാർത്ഥിക്കുക. ഈശ്വരന് കണ്ണുകൊണ്ടും ആഹാരം ശ്രേഷ്ഠമാകുന്നത് കണ്ണിനും കാതിനും മൂക്കിനും നാക്കിനും ത്വക്കിനും ഒരേപോലെ ഇഷ്ടപ്പെടുമ്പോഴാണ്. കാണാൻ ഭംഗിയില്ലാത്ത ആഹാരം ആരും കഴിക്കാറില്ല. രുചിക്കാൻ സ്വാദില്ലാത്തത് കഴിക്കാറില്ല. മണക്കാൻ ദുർഗന്ധമുള്ള ആഹാരം ആരും സ്വാദുള്ളതാണെന്ന് പറഞ്ഞ് കഴിക്കാറില്ല. ആ ആഹാരമുണ്ടാക്കുന്ന ശബ്ദം മോശമാണെങ്കിലും ആരും കഴിക്കാറില്ല. പഞ്ചേന്ദ്രിയങ്ങൾക്കും ഇഷ്ടമായിട്ടുള്ളത് മാത്രമേ ആഹരിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈശ്വരൻ്റെ ആഹാരമായി തീരുക എന്ന് പറഞ്ഞാൽ കാണുമ്പോൾ നമ്മളെ ഈശ്വരൻ ഇഷ്ടപ്പെടുന്നു, നമ്മളെ മണക്കുമ്പോൾ ഈശ്വരൻ ഇഷ്ടപ്പെടുന്നു, രുചിക്കുമ്പോൾ ഇഷ്ടപ്പെടുന്നു, സ്പർശിക്കുമ്പോൾ ഇഷ്ടപ്പെടുന്നു, നമ്മളെ കഴിക്കുമ്പോൾ കേൾക്കുന്ന ശബ്ദം. കഴിക്കുമ്പോൾ ശബ്ദം കേൾക്കുന്നതിൽ ഒരു കുഴപ്പമില്ല എന്നാണ് ഇവിടെ ശബ്ദം വർണ്ണിച്ചത് എന്ന് പറയണേ. ഇപ്പം സായിപ്പ് കഴിക്കുന്ന പോലെയാണ് കഴിക്കണേ. വായിക്കകത്തോട്ട് ചോറിടും, ചുണ്ടനക്ക് അല്ല അവിടെ ഇവിടെയൊക്കെ അനക്കും ഒരു രുചിയില്ലാത്ത സാധനമായി കഴിക്കണേ. ഒരു രുചിയും അറിയാതെ കഴിക്കണേ. സായിപ്പിന് അത് മതി. സായിപ്പിൻ്റെ ആഹാരത്തിൽ ഒരു രുചിയില്ല. കഴിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. അതിന് എരിവുമില്ല, പുളിയില്ല, ഉപ്പുമില്ല, ഒരു സാധനമാണ്. അതിന് വാ തുറന്ന് കഴിച്ചാലും വായ അടച്ച് കഴിച്ചാലും ഒക്കെ ഒരേപോലെയാണ്. അതിന് പകരം ഇവിടെ സാമ്പാറും രസവും ചോറും അവിയലും കാളനും ഉപ്പേരിയും ഒക്കെ വേറെ വേറെ സ്വാദാണ്. അതിങ്ങനെ വായു അടച്ച് ഇലയില ഉണ്ണുന്നത്. പക്ഷെ എന്ന് പറഞ്ഞ് കഴിക്കുമ്പോൾ അതിനൊരു സ്വാദം ഉണ്ടാവില്ല. അതേസമയത്ത് ദേവി ഇവിടെ എന്താ നേരത്തെ പറഞ്ഞു തന്നത്? ദശനൈ ചർവയന്തി അതിഭൈരവം. പല്ലുകൾ കൊണ്ട് കടിച്ച് ചവയ്ക്കുമ്പോൾ ആ ചവയ്ക്കുന്നത് കാണുന്നതും ശബ്ദം കേൾപ്പിക്കുന്നതും അതിഭയങ്കരമാണ്. നല്ല ശബ്ദം ഉണ്ടാക്കി കഴിക്കുമ്പോഴാണ് ആഹാരത്തിൻ്റെ സ്വാദ് അനുഭവിക്കാൻ പറ്റുക. വീട്ടിലിരുന്ന് കഴിക്കുമ്പം മിക്കവാറും എല്ലാവരും ഇങ്ങനെയായിരിക്കും കഴിക്കുന്നത്. ഞാനങ്ങനെയാണ്. പുറത്ത് പോകുമ്പോൾ ചുണ്ടു തുറക്കാറില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ പുറത്ത് പോകുമ്പം റിഫൈൻഡ് ആയിരിക്കും, കൾച്ചേർഡ് ആയിരിക്കുകയൊക്കെ വേണ്ടേ. അപ്പം കയ്യുടെ ഒരു വിരൽ കൊണ്ട് എടുക്കുകയും കയ്യുടെ ബാക്കിയുള്ള ആകമൊന്നും ആഹാരമാവാൻ പാടില്ല. ഫിംഗർ ടിപ്സ് ഉപയോഗിക്കാനേ പാടുള്ളൂ ആഹാരം കൈ കൊണ്ടാണ് കഴിക്കുന്നതെങ്കിൽ. അല്ലെങ്കിൽ ഫോർക്ക് ആൻഡ് സ്പൂൺ ഉപയോഗിക്കണം. എന്നിട്ട് കാരണം എന്താ വെച്ചാൽ ഈ തുണി കൊണ്ട് തുടയ്ക്കാനുള്ള എളുപ്പതാണേ. കഴുകാൻ പാടില്ല ആഹാരം കഴിച്ച് കഴിഞ്ഞാൽ. കുലുക്കുഴിയാനും പാടില്ല. അവിടെ ഇരിക്കുന്ന ബാക്കി വെള്ളം എടുത്ത് കുടിച്ചോളണം. അതൊന്നും ചെയ്യാൻ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ മോശക്കാരാ. അപ്പം ഇങ്ങനെ ഇരുന്ന് കഴിക്കുകയാണ് ഈ സാധനം കൊണ്ട് 5 പേരിൽ കൊണ്ട് എടുത്ത്. ഞാനും അങ്ങനെ തന്നെ കഴിക്കണേ. കാരണം ചുറ്റുപാടുള്ളവരെ പേടിക്കാതെ ജീവിക്കാൻ വയ്യാത്തൊരു സാഹചര്യത്തിലാണ്. അപ്പം ശബ്ദം കേൾപ്പിക്കില്ല, വായനക്കില്ല. വീട്ടിലിരുന്ന് കഴിക്കുമ്പോൾ ഈ ഒരു നിയമവും പാലിക്കാറില്ല. കാരണം അമ്മയുടെ മുമ്പിൽ എങ്ങനെ വേണമെങ്കിലും കഴിക്കാം. അതാണ് അതിൻ്റെ നിയമം. അമ്മയുടെ മുമ്പിൽ എങ്ങനെ കഴിച്ചാലും അമ്മ ഒരു ചോദ്യമേ ചോദിക്കുള്ളൂ, മതിയായോ, കൂടുതൽ വേണോ എന്ന് മാത്രമേ ചോദിക്കുള്ളൂ. നമ്മളെ നമ്മളായിരിക്കാൻ അനുവദിക്കുന്നത് എവിടെയോ അവിടെയാണ് അമ്മ. അപ്പം ദേവിയുടെ അടുത്തും അതുപോലെ തന്നെയാണ്. എങ്ങനെയാണോ ഞാൻ അങ്ങനെയാണ് അമ്മേ. എന്നിൽ എന്തു മാറ്റം വരുത്തണമെന്ന് തീരുമാനിക്കാനുള്ള അധികാരം ഞാനായി അവതരിച്ച നിനക്കുള്ളതായതുകൊണ്ട് നല്ലവനാകാനും ഞാൻ ശ്രമിക്കുന്നില്ല, ചീത്തയാകാനും ഞാൻ ശ്രമിക്കുന്നില്ല. ഞാൻ ആരാണോ എന്നെ അങ്ങനെ അവിടുത്തെ ആഹാരമാക്കി തീർത്താലും. എത്ര ഉദാത്തമായിട്ടുള്ളൊരു കാഴ്ചപ്പാടിലേക്കാണ് മഹർഷിമാർ നമ്മളെ കൊണ്ടുപോകുന്നതെന്ന് ആലോചിച്ച് നോക്കൂ. പ്രത്യേകിച്ച് എന്തെങ്കിലും ആകാൻ ശ്രമിക്കുമ്പോൾ നമ്മളല്ലാതായി തീരുന്നു. നമ്മൾ യഥാർത്ഥത്തിൽ ഈശ്വരനാണ്. അപ്പോൾ എന്തെങ്കിലും ആയിത്തീരാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ ഈശ്വരനല്ലാതായി തീരാൻ ശ്രമിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ നമ്മൾ എങ്ങനെയാണോ അങ്ങനെ ആവണം എന്ന് പറഞ്ഞത്. ഫ്രീ ആയി ഒന്ന് ആലോചിച്ച് നോക്കൂ. സ്വതന്ത്രമായിട്ട് ആഹാരം കഴിക്കാം, സുഖമായിട്ട് കിടക്കാം, ആരെന്ത് പറയുന്നു എന്നൊന്നും നോക്കേണ്ട ആവശ്യമില്ല. കാരണം എനിക്ക് എൻ്റെ അമ്മയുടെ ലൈസൻസ് ഉണ്ട്. അപ്പം ഇവിടെ അത് തന്നെയാണ് കാണിക്കുന്നത്. ഈ ശസ്ത്രാസ്ത്രങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് നമ്മൾ ഇത്ര എത്തിയത്. ആ ശസ്ത്രാസ്ത്രങ്ങൾ ഉപയോഗിക്കുന്നതിൽ ഒന്ന് മാറ്റി നോക്കൂ. നമ്മളിലെ ദേവ്യംശത്തെയും നമ്മളിലെ ആസുരികാംശത്തെയും തമ്മിൽ നേർക്കുനേർ കാണിച്ചു കഴിയുമ്പോൾ ഉണ്ടാകുന്ന യുദ്ധത്തിൻ്റെ വർണ്ണനയാണ് ഈ നടക്കുന്നത്. എന്നിൽ ആസുരികതയുമുണ്ട്, എന്നിൽ ദൈവികതയുമുണ്ട്. എന്നിലുള്ള ദൈവികതയെയും എന്നിലുള്ള ആസുരികതയെയും ഞാൻ മനസ്സിലാക്കി കഴിയുമ്പോൾ എന്നിലെ ദൈവികതയുടെ പ്രവൃത്തി
എന്നിലെ ആസുരികതയുടെ പ്രവൃത്തി പ്രതിപ്രവർത്തികൾ, അതാണ് ഈ യുദ്ധം എൻ്റെ ഉള്ളിൽ നടക്കുന്നതാണ്. അപ്പോൾ ഇവിടെ തൈർമുക്താനി ശസ്ത്രാണി മഹാസ്ത്രാണി തഥാസുരൈ മുഖേന ജഗ്രാഹരുഷാ ദശനീർ മഥിതാന്യവ. അതിങ്ങനെ വെറുതെ പിടിച്ച് കടിച്ച് തവച്ച് തിന്നുകയാണ്, തുപ്പുന്നു എന്ന് പറയുന്നില്ല, ഇറക്കുകയാണ്. ചരാചരമായിട്ടുള്ള ഈ പ്രപഞ്ചത്തെ ഒന്നുപോലും വിടാതെ മുഴുവനും അകത്താക്കുന്ന ശക്തി. ബലിനാം തൽബലം സർവമസുരാണാം മഹാത്മനാം മമർദാഭക്ഷയച്ചാന്യാൻ അന്യാംശ്ചാതടയത്തഥ. ആ കാളീദേവി വലുതായ ദേഹത്തോടു കൂടിയവരായി ബലശാലികളായിരിക്കുന്ന അസുരന്മാരുടെ ആ ചതുരംഗപ്പടയെ മുഴുവനും മർദ്ദിക്കുകയും ചിലരെ ഭക്ഷിക്കുകയും മറ്റു ചിലരെ താടിക്കുകയും ചെയ്തു. ഇലയിലിട്ടത് മുഴുവൻ ചിലപ്പോൾ കഴിക്കാൻ പറ്റിയെന്ന് വരില്ല, എന്നാലും എല്ലാം ഒന്ന് തൊട്ടുകൂട്ടും. ഒക്കത്തിൻ്റെയും സ്വാദൊക്കെ അറിഞ്ഞിട്ട് ബാക്കി വയ്ക്കുക ചെയ്യുന്നത്. ഇവിടെ ഒന്നിനെയും വെറുതെ വിട്ടില്ല. ആ ചതുരംഗപ്പടയെ മുഴുവൻ തവിട്ട് പൂട്ടിയാക്കി ദേവി. ഒന്നുപോലും രക്ഷപ്പെട്ടില്ല. പോകുന്നവനെ പിടിച്ചു വലിച്ചിട്ടാ കൊന്നേ. ഓടിപ്പോകുന്നതിനെ വെറുതെ വിടണം എന്ന് യുദ്ധത്തിൽ നിയമമുണ്ട്. ആ നിയമമൊന്നും ദേവിക്ക് ബാധകമല്ല. കാരണം ദേവി അതിനതീതയാണ്, നിയമാതീതയാണ് ദേവി. ഓടിപ്പോകുന്നവനെയും നിൽക്കുന്നവനെയും ഇരിക്കുന്നവനെയും ഒക്കെ തട്ടി ദേവി. ആരുമില്ല ഇനി. അസിനാനിഹതാ കേചിത് കേചിത് ഖഡ്വാങ്കതാടിതാ. വർണ്ണിക്കുകയാണ് ആ മരണത്തെക്കുറിച്ച്. ജഗ്മുർ വിനാശമസുരാ ദന്താഗ്രാഭിഹതാസ്തഥാ. ചില അസുരന്മാർ ആ കാളീദേവിയുടെ വാളുകൊണ്ട് ഉള്ള വെട്ടുകൊണ്ടും ചിലർ ഖഡ്വാംഗം കൊണ്ടുള്ള അടി കൊണ്ടും അപ്രകാരം തന്നെ മറ്റു ചിലർ പല്ലുകൾ കൊണ്ടുള്ള കടി കൊണ്ടും വിനാശത്തെ പ്രാപിച്ചു. ദേവിയുടെ സർവാംഗവും ആയുധമായി തീരുകയാണ്. പല്ലും നഖവും ഒക്കെ ആയുധങ്ങളായി തീരുകയാണ്. ക്ഷണേന തൽബലം സർവമസുരാണാം നിപാതിതം ദൃഷ്ട്വാ ചണ്ഡോ അഭിദ്രുദ്രാവതാം കാളീം അതിഭീഷണാം. കാളീദേവി ക്ഷണനേരം കൊണ്ട് അസുരന്മാരുടെ ചതുരംഗ സൈന്യത്തെ മുഴുവനും യുദ്ധഭൂമിയിൽ പതിപ്പിച്ചത് കണ്ടിട്ട് ചണ്ഡൻ അതിഭയങ്കര രൂപിണിയായിരിക്കുന്ന ആ കാളിയുടെ നേർക്ക് ഓടി. കാളി ക്ഷണം നേരം കൊണ്ട് ആ അസുരന്മാരുടെ ചതുരംഗ സൈന്യത്തെ മുഴുവനും യുദ്ധഭൂമിയിൽ പതിപ്പിച്ചത് കണ്ടിട്ട് ചണ്ഡൻ അതിഭയങ്കര രൂപിണിയായിരിക്കുന്ന ആ കാളിയുടെ നേർക്ക് ഓടി. എല്ലാം പോയി, ചണ്ഡൻ മാത്രമായിട്ട് അവശേഷിക്കുകയാണ്. മുണ്ടനുമുണ്ട്, ചണ്ഡൻ മാത്രമായിട്ട് അവശേഷിക്കുകയാണ്. കാളി ബാക്കിയുള്ള നാനാത്വത്തെ മുഴുവൻ ഇല്ലാതാക്കി. ബാക്കിയുള്ളതൊക്കെ ഇല്ലാതാക്കാൻ അത്ര എളുപ്പമാണെങ്കിലും ശാരീരിക ബോധമായിട്ടുള്ള ചണ്ഡനും ബൗദ്ധിക ബോധ അഭിമാനിയായ മുണ്ടനും ആ ചണ്ഡമുണ്ടത്വം ഇല്ലാണ്ടാക്കാൻ അത്ര എളുപ്പമല്ല. ശരീരത്തിനോടുള്ള എല്ലാ അറ്റാച്ച്മെൻറ്റ് പോയി കഴിഞ്ഞാലും മറ്റുള്ള ബന്ധങ്ങളെല്ലാം പൊട്ടിത്തകർന്നു പോയി കഴിഞ്ഞാലും ശരീരത്തിനോടും അവനവനോടുള്ള ബുദ്ധിയോടുമുള്ള ആ ഒരു അറ്റാച്ച്മെൻറ്റ് ക്ഷിപ്രവേദ്യമല്ല. അപ്പോൾ അത് കുറച്ച് പണിപ്പെടണം ആ ഒരു അറ്റാച്ച്മെൻറ്റ് പോകാൻ. ബാക്കിയൊക്കെ കുറച്ചും കൂടി എളുപ്പമാണ്. അതുമാത്രമല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത് ക്ഷണേന തൽബലം സർവമസുരാണാം നിപാതിതം. ബലത്തെ പതിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഈ അറ്റാച്ച്മെൻറ്റ്സും മനസ്സിലെ ചിന്തകളുടെ ആധിക്യവും കുറയുമ്പോൾ നമ്മുടെ ശരീരം പ്രതികരിക്കുന്നത് ആദ്യം ക്ഷീണമായിട്ടായിരിക്കും. നമ്മുടെ ശരീരത്തിലെ ഈ ഊർജത്തെ നിലനിർത്തുന്നത് നമ്മളുടെ, അല്ലെങ്കിൽ ഈ രീതിയിൽ നിലനിർത്തുന്നത് നമ്മളുടെ ചിന്തകളാണ്. വളരെ ക്ഷീണിതനായിട്ട് ഇരിക്കുന്ന ഒരു സമയത്ത്, വളരെ ഉറക്കം വന്നിരിക്കുന്ന ഒരു സമയത്ത് നമ്മളെ എക്സൈറ്റ് ചെയ്യുകയോ നമ്മളെ ദുഃഖിപ്പിക്കുകയോ, രണ്ടും എക്സൈറ്റ്മെൻ്റാണ്. സന്തോഷിപ്പിക്കുകയോ ദുഃഖിപ്പിക്കുകയോ ചെയ്യുന്ന ഒരു വാർത്ത കേട്ടാൽ നമ്മുടെ ക്ഷീണം ഓടിയൊളിക്കും. എവിടെ നിന്ന് വരുന്നു ആ എനർജി? ആ എനർജിയെ പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് ഈ അറ്റാച്ച്മെൻറ്റ്സും ഡിറ്റാച്ച്മെൻറ്റ്സുമാണ്, ആകർഷണ വികർഷണങ്ങളാണ്. അപ്പോൾ ആകർഷണ വികർഷണങ്ങൾ ഒഴിഞ്ഞു പോകാൻ തുടങ്ങുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുപോകാൻ തുടങ്ങുമ്പോൾ ശരീരം ആദ്യം പ്രതികരിക്കുക ക്ഷീണത്തിൻ്റെ രൂപത്തിലായിരിക്കും. അതുകൊണ്ട് ആധ്യാത്മിക സാധന ചെയ്യുന്ന സമയത്ത്, പ്രത്യേകിച്ചും യോഗ സാധനയൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരു പ്രത്യേക ഘട്ടത്തിലെത്തുമ്പോൾ ചിഞ്ചിണി എന്നുള്ള നാദശ്രവണം ഉണ്ടാകുമെന്നും ആ ചിഞ്ചിണി എന്ന നാദശ്രവണം ഉണ്ടാകുമ്പോൾ ശരീരത്തിന് അതിഭയങ്കരമായ ക്ഷീണമുണ്ടാകുമെന്നും പറയുന്നു. ആ സമയത്ത് ഈ ദശമൂലാരിഷ്ടവും മറ്റും കഴിക്കാനും അവർ നിർദ്ദേശിക്കുന്നു. ഇളനീരും ദശമൂലാരിഷ്ടവും, കരിക്കിൻ്റെ വെള്ളവും ഇളനീർ വെള്ളവും ദശമൂലാരിഷ്ടവും കഴിക്കുമ്പോൾ ഈ ക്ഷീണം കുറയുകയും ചെയ്യും. അപ്പോൾ ബന്ധങ്ങളാകുന്ന അല്ലെങ്കിൽ ബന്ധ
ഡിറ്റാച്ച്മെന്റ്സും അറ്റാച്ച്മെന്റ്സും ബന്ധങ്ങൾ തന്നെ. ബന്ധങ്ങളാണ് നമുക്ക് ഊർജത്തെ പകരുന്നത്. ബന്ധ വികേന്ദ്രീകരണം നടക്കുമ്പോൾ ക്ഷീണം വരും. അവിടെയാണ് ക്രമേണ ബലത്തെ ഇല്ലാതാക്കി എന്ന് പറയുന്നത്. അപ്പോഴും ശരീരത്തോടുള്ള അഭിമാനം വിടുന്നില്ല. എല്ലാം ഇല്ലാണ്ടായാലും ശരീരത്തോടുള്ള അഭിമാനം വിടുന്നില്ല. അതിലേക്കാണ് അടുത്ത് കിടക്കുന്നത്. ശരവർഷൈർ മഹാഭീമൈർ ഭീമാക്ഷീം താം മഹാസുര ഛാദയാമാസ ചക്രൈശ്ച മുണ്ടക്ഷപതേ ക്ഷിപതേ സഹസ്രശ. ചണ്ഡമഹാസുരൻ അതിഘോരങ്ങളായ ശരവർഷങ്ങളെ കൊണ്ടും മുണ്ടൻ അനേകം പ്രാവശ്യം അയക്കപ്പെട്ട ചക്രായുധങ്ങളെ കൊണ്ടും ഭയങ്കര നേത്രയായ ആ കാളിയെ മൂടി. അതിഘോരങ്ങളായ ശരവർഷങ്ങളെ കൊണ്ടും അതിഘോരങ്ങളായ ചക്രങ്ങളെ കൊണ്ടും ആ കാളിയെ, ശരീരം കൊണ്ടും ബുദ്ധി കൊണ്ടും ആ കാളിയെ അങ്ങ് മറച്ചു. കാളി തൽക്കാലത്തേക്ക് ഗോചരയല്ലാതെ ഭവിച്ചു. ശാരീരിക ബൗദ്ധിക അഭിമാനിയായിട്ടുള്ള ബോധം അത്ര എളുപ്പമൊന്നും അതീന്ദ്രിയ ബോധതലത്തെ പ്രാപിക്കാൻ ആഗ്രഹിക്കുകയില്ല. അത്ര എളുപ്പമല്ല മായാബന്ധനം വിട്ടഴിയുക എന്നുള്ളത്. അതാണ് ഈ കാളിയെ മറച്ചു. എങ്ങനെയുള്ള കാളിയെയാണ് മറച്ചത്? ഭീമൈർ മഹാഭീമൈർ ഭീമാക്ഷീം. മഹാഭീമയായ, വളരെ വലുതായ, വലിയ കണ്ണുകളോട് കൂടിയിട്ടുള്ള ആ ദേവിയെ ശസ്ത്രങ്ങളെ കൊണ്ട് ചണ്ഡനും ചക്രങ്ങളെ കൊണ്ട് മുണ്ടനും മറച്ചു. ചിന്തകൾ ചക്രം പോലെയാണ്, കറങ്ങിത്തിരിഞ്ഞ് കറങ്ങിത്തിരിഞ്ഞ് കറങ്ങിത്തിരിഞ്ഞാണ് നടക്കുക. ഒരു ചിന്ത മാത്രമായിട്ട് ചിന്തിക്കാൻ പറ്റില്ല, ഏക അഗ്രമായിട്ട് ചിന്തിക്കാൻ പറ്റില്ല നമുക്ക്. ഒന്നിൽ തുടങ്ങി വേറൊന്നിലേക്ക് പോയി, വേറൊന്നിലേക്ക് പോയി, വേറൊന്നിലേക്ക് പോയി, വേറൊന്നിലേക്ക് പോയി, തിരിച്ചാദ്യത്തേൽ വരും. അതാണ് ചക്രം. ചിന്തകളെ കൊണ്ടും ശരങ്ങളെ കൊണ്ടും, ശരീരം കൊണ്ട് പ്രയോഗിക്കുന്ന ശരം, അതുകളെ കൊണ്ടും ഈശ്വരനെ, ശരീരബോധത്തെ കൊണ്ടും ചിന്തകളെ കൊണ്ടും ദേവിയെ താത്കാലികമായിട്ടേ മറയ്ക്കാൻ സാധിക്കുള്ളൂ, ആത്യന്തികമായിട്ട് മറയ്ക്കാൻ സാധിക്കില്ല. താനി ചക്രാണ്യനേകാനി വിഷമാനാനി തന്മുഖം ബഭുര്യഥാർക്കബിംബാനി സുബഹൂനി ഘനോദരം. ആ അനേകം ചക്രായുധങ്ങൾ ദേവിയുടെ മുഖത്തു പ്രവേശിച്ചിട്ട് മേഘാന്തർഭാഗത്തെ പ്രവേശിച്ചിരിക്കുന്ന അസംഖ്യം സൂര്യമണ്ഡലങ്ങൾ എന്ന പോലെ ശോഭിച്ചു. ആ ശരവർഷവും ചക്രങ്ങളും അനേകം ചക്രായുധങ്ങൾ ദേവിയുടെ മുഖത്ത് പ്രവേശിച്ചിട്ട് അനേകം ചിന്തകൾ മുഴുവൻ ദേവിയിലെത്തിയപ്പോൾ ഒറ്റ ചിന്തയായി മാറി. മേഘാന്തർഭാഗത്തെ പ്രവേശിച്ചിരിക്കുന്ന അസംഖ്യം സൂര്യമണ്ഡലങ്ങൾ എന്ന പോലെ ശോഭിച്ചു. ഈ വ്യത്യസ്തങ്ങളായിട്ടുള്ള ചിന്തകൾ മുഴുവൻ ദേവി ജ്ഞാനത്തിനകത്ത് കയറിയപ്പോൾ ആ ഓരോ ചിന്തയും പ്രകാശസ്വരൂപങ്ങളായിട്ടുള്ള ചിന്തകളായി തീർന്നു. നമ്മുടെ ലൗകികമായിട്ടുള്ള ചിന്തകൾ പോലും ദേവ്യോന്മുഖമാക്കുകയാണെങ്കിൽ അത് ഈശ്വരീയമായ ചിന്തയായി മാറും എന്ന് വ്യംഗ്യം. കാരണം അത് ദേവിയുടെ മുഖം കറുത്തിട്ടാ. അപ്പോൾ മേഘമണ്ഡലങ്ങൾക്കിടയിൽ അനേകായിരം സൂര്യമണ്ഡലങ്ങൾ ഉദിച്ചതുപോലെ തോന്നുന്നു. ഈ ചക്രം കറങ്ങിത്തിരിഞ്ഞു വരുന്നത്, പ്രകാശിക്കുന്നത്, പ്രകാശസ്വരൂപി എന്നൊക്കെ അർത്ഥം. ചിന്തയ്ക്കും അങ്ങനെ പറയാം. ചിന്ത പ്രകാശസ്വരൂപമാണ്. കാരണം ചിന്ത കാണിച്ചു തരുന്നതാണ്. ചിന്ത കാണിച്ചു തരുന്നത് പ്രകാശമാണ്. അത് ദേവിയിൽ ലയിച്ചപ്പോൾ അത് പലതാണെങ്കിലും ഒന്നായി തീർന്നു. അങ്ങനെ ആ ചക്രങ്ങളെ മുഴുവൻ ദേവി ഏകീകരിപ്പിച്ചു. തതോ ജഹാസാതിരൂഷ ഭീമം ഭൈരവനാദിനി കാളീ കരാളവക്ത്രാന്തർ ദുർദർശനോജ്വല. അനന്തരം ഭയങ്കരമാകും വണ്ണം അട്ടഹാസം ചെയ്യുന്നവളായി ഏറ്റവും ഭയങ്കരമായിരിക്കുന്ന മുഖാന്തർഭാഗത്തിൽ ദർശിക്കാൻ പാടില്ലാത്തതായ ദന്തങ്ങളെ കൊണ്ട് ഉജ്ജ്വലിച്ചും കൊണ്ടിരിക്കുന്നവളായിരിക്കുന്ന കാളീദേവി അതികോപത്തോടുകൂടി ഭയങ്കരമാകും വണ്ണം ചിരിച്ചു. ചെറിയ രീതിയിലൊന്നുമല്ല. ഈ ആയുധങ്ങളും ഈ യുദ്ധങ്ങളും ഒന്നും ദേവിയെ കോപിപ്പിക്കുകയല്ല ചെയ്തത്. കോപം ആദ്യമുണ്ടായിരുന്നെങ്കിലും പിന്നെ ഇതൊരു ആനന്ദലഹരിയായി തീരുകയാണ് ദേവിക്ക്. കോമഡി സിനിമയൊക്കെ കാണുന്ന പോലെയാണ് ദേവി. അങ്ങനെ പൊട്ടിച്ചിരിക്കുകയാണ് ദേവി ഈ സാധനം കണ്ടിട്ട്. വിഡ്ഢിയായ ചണ്ടമുണ്ട, നിനക്കറിയുമോ നീ ചെയ്യുന്നത് എന്താണ് എന്ന ഭാവം. ആ ഭാവത്തിലാണ് ദേവി. എങ്ങനെയുള്ള ദേവി? ഭയങ്കരമാകും വണ്ണം അട്ടഹാസം ചെയ്യുന്നവൾ. ചെറുതായിട്ടുള്ള അട്ടഹാസമൊന്നുമല്ല, ഭയങ്കരമാകുന്ന വണ്ണം ദിങ്മുഖിരിതമായി അട്ടഹസിക്കുന്നവൾ. ആ അട്ടഹാസത്തിൻ്റെ തീവ്രത കാരണം കൂടിച്ചേർന്നതെല്ലാം ഇളകി വ്യത്യസ്തങ്ങളായി തീരും. കൂടിച്ചേർന്നിരിക്കുമ്പോൾ സൃഷ്ടമാകുന്ന ഈ പ്രപഞ്ചം, അതിൻ്റെ കൂട്ടായ്മ വിഭേദിക്കപ്പെട്ട്
അത് വികേന്ദ്രീകരിക്കും. അങ്ങനെയാണ് ആ ചിരി. ഭയങ്കരമായിരിക്കുന്ന മുഖാന്തർഭാഗത്തിൽ ദർശിക്കാൻ പാടില്ലാത്തതായ ദന്തങ്ങളെ കൊണ്ട് ഉജ്ജ്വലിച്ചു കൊണ്ടിരിക്കുന്നവളായിരിക്കുന്ന കാളീദേവി അതികോപടത്തോടുകൂടി ഭയങ്കരമാകും വണ്ണം ചിരിച്ചു. ദേവിയുടെ വാ തുറന്നു കഴിഞ്ഞാൽ പല്ല് കാണാൻ പറ്റില്ല, അത്രയും അന്തമില്ലാത്തതായിട്ടുള്ള ഇരുട്ട്, ബ്ലാക്ക് ഹോളാണത്. അത് പൊട്ടിച്ചിരിക്കുകയാണ്, ദേഷ്യത്തോടു കൂടിയിട്ടുള്ള പൊട്ടിച്ചിരി. ആനന്ദവും കോപവും കൂടി സമ്മിശ്രമായിട്ടുള്ള ഒരു വികാരം. അതൊന്ന് ഭാവന ചെയ്ത് കേൾക്കാൻ പറ്റുമോ എന്ന് നോക്കുക. ഒറ്റ പ്രാവശ്യം കേൾക്കാൻ പറ്റുള്ളൂ, പേടിച്ചു പോകും. പക്ഷെ ആ പേടിക്കേണ്ട ആവശ്യമില്ല. ആ പേടി നല്ലതിന് വേണ്ടിയിട്ടുള്ളതാണ്. ഉത്ഥായ ച മഹാസിം ഹം ദേവീ ചണ്ഡമധാവത ഗൃഹീത്വാ ചാസ്യ കേശേഷു ശിരസ്തേനാസിനാശ്ചിനൽ. ദേവി ആ കാളീദേവി വലുതായ ഖഡ്ഗത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഹം എന്ന എന്ന് ശബ്ദിച്ചിട്ട് ചണ്ടന്റെ നേർക്കോടുകയും അവന്റെ കേശങ്ങളിൽ പിടിച്ച് വലിച്ചിട്ട് ആ വാളുകൊണ്ട് അവന്റെ ശിരസിനെ മുറിക്കുകയും ചെയ്തു. ഇത് ചിലർ പിരിക്കുക ഉത്ഥായച മഹാസിംഹം ദേവീ ചണ്ഡമധാവത എന്നും വായിക്കാറുണ്ട്. അതായത് ദേവി മഹാസിംഹത്തിൽ നിന്ന് ഉത്ഥായ എഴുന്നേറ്റിട്ട് ചണ്ടനെ ഓടിച്ചിട്ടു എന്നാണ്. പക്ഷെ ശരിക്കുമുള്ള ഭാഷ മഹാ അസിം ഹം എന്നാണ്. മഹാ അസിം വലുതായ വാള്. ആ വലുതായ വാള് എടുത്തിട്ട് ഒരു ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ടാണ് ദേവി ആ ചണ്ടന്റെ അടുത്തേക്ക് ഓടുന്നത്. ചണ്ടനെ ഗൃഹീത്വ ചാസ്യ കേശേഷു ശിരസ്ഥേന അസിനാഛിനൽ. വാളുകൊണ്ട് ആരുടെ തലമുടിയാണോ ചുറ്റിപ്പിടിച്ച് വലിച്ചു കൊണ്ടുപോകാൻ വന്നത് അവളുടെ കൈകൊണ്ട് തലമുടി ചുറ്റിപ്പിടിക്കാൻ വന്നവന്റെ തലമുടി ചുറ്റിപ്പിടിക്കപ്പെട്ട് മഹത്താകുന്ന വാളുകൊണ്ട് ശിരസ് ഛേദിക്കപ്പെട്ടു. ഒരു ശബ്ദം കൊണ്ടാണ് ദേവി ഇത്രയും പ്രവൃത്തി ചെയ്തത്. ഒരു ശബ്ദം ഉച്ചരിക്കാൻ ആവശ്യമായ സമയമേ ദേവിക്ക് ഈ ചണ്ടന്റെ ഇല്ലായ്മയ്ക്ക് വേണ്ടി വന്നുള്ളൂ. ചണ്ടനേക്കാൾ കുറച്ചും കൂടി സൂക്ഷ്മനാണ് മുണ്ടൻ എന്നുള്ളത് കൊണ്ടാണ് മുണ്ടന്റെ വധം അടുത്തതിലേക്ക് മാറ്റണത്. അപ്പൊ ചണ്ടനെ നിഗ്രഹിച്ചു. മഹാ അസിം വലിയ കൈ എടുത്തു പിടിച്ചിട്ട് ഹം എന്നുള്ളൊരു ശബ്ദം, അത് ശിവബീജാക്ഷരവും കൂടിയാണത്. ആ ശബ്ദം ഉച്ചരിച്ചു കഴിഞ്ഞാൽ ആ മുമ്പിൽ നിൽക്കുന്നതൊക്കെ ശിവനായിത്തീരും. അങ്ങനെ ശിവനായിക്കൊണ്ട് തിബറ്റൻ മന്ത്രശാസ്ത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മന്ത്രങ്ങളിൽ ഒന്നായ മണിപത്മ മന്ത്രത്തിലെ ഒരു പ്രധാന ബീജം കൂടിയാണ് ഈ ശബ്ദം. അപ്പോൾ ഈ ശബ്ദം പഴയ കാലത്തെ മന്ത്രശാസ്ത്രങ്ങളിൽ ഈശ്വരോന്മുഖമായ പ്രയാണത്തിലുള്ള സാധനയിൽ ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിച്ച ശബ്ദമാണ്. നമ്മൾ നേരത്തെയും അതുപോലത്തെ ഒരു ശബ്ദം കേട്ടു. ആ ശബ്ദം അന്ന് ഹും എന്നാണ് പ്രയോഗിച്ചതെങ്കിൽ ഇന്ന് ഹം എന്നാണ് പ്രയോഗിക്കുന്നത്. അപ്പോൾ അത് ആ തലത്തിൽ നിന്ന് ഉയർന്നു എന്നും കൂടി അർത്ഥം. അങ്ങനെ ദേവിയെ നിഗ്രഹിക്കുകയാണ്, ദേവി ചണ്ടനെ നിഗ്രഹിക്കുകയാണ്. അഥ മുണ്ടോ അഭ്യധാവത്താം ദൃഷ്ട്വാ ചണ്ഡം നിപാതിതം തമപ്യപാതയൽ ഭൂമൗ സാ ഖഡ്ഗാഭിഹതം രുഷ. അനന്തരം ചണ്ടാസുരൻ നിലത്തു പതിച്ചത് കണ്ടിട്ട് മുണ്ടൻ കാളിയുടെ നേരെ ഓടി. കാളീദേവി അവനെയും കോപത്തോടുകൂടി വാൾ കൊണ്ട് അടിച്ച് ഭൂമിയിൽ വീഴ്ത്തി. ചണ്ടൻ നിഗ്രഹിച്ചത് കണ്ട് ദേഷ്യം സഹിക്കവയ്യാതെ, അപ്പോഴും ബോധം ഉണ്ടാവുന്നില്ല ഇവർക്ക്. അതാണ് അതിലെ വൈരുദ്ധ്യം. ഈ കൊല്ലപ്പെടുന്ന ഒറ്റയ്ക്ക് നിൽക്കുന്ന ഈ സ്ത്രീ എങ്ങനെ ഈ കാളിയെ ആവിർഭവിപ്പിച്ചു എന്നോ, ഈ സ്ത്രീ എങ്ങനെ ഇത്രയും പടയാളികളെ കൊന്നു എന്നോ ഒന്നും ചിന്തിക്കുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള സംഭവങ്ങൾ ഒന്നും തന്നെ ഏതുപോലെയാണോ പുനർവിചിന്തനത്തിന് നമ്മളെ പ്രേരിപ്പിക്കാത്തത് അതുപോലെ ഒറ്റ അനുഭവവും നമ്മളെ വീണ്ടും വിചാരത്തിന് പ്രേരിപ്പിക്കുന്നില്ല. ഇവിടെയും ഇവർ ഒരു നിമിഷം പോലും നിന്ന് ഇവൾ ആരാണ് എന്ന ചോദ്യം ഉതിർക്കുന്നില്ല. ജീവിതാനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന നമ്മൾ ഒരിക്കലും മാറി നിന്നുകൊണ്ട് ഞാൻ ആരാണ് എന്താണ് എന്ന് ചിന്തിക്കാത്തതുപോലെ വീണ്ടും വിചാരമില്ലാതെ ജീവിക്കുന്ന നമ്മളുടെ പ്രതീകം തന്നെയാണ് ചണ്ടനും മുണ്ടനും. യാതൊരു രീതിയിലും ആലോചിക്കാതെ മുണ്ടൻ ഓടുകയാണ്. കാളീദേവി അവനെയും കോപത്തോടുകൂടി വാൾ കൊണ്ട് അടിച്ച് ഭൂമിയിൽ വീഴ്ത്തി. ഹതശേഷം തതസൈന്യം ദൃഷ്ട്വാ ചണ്ഡം നിപാതിതം മുണ്ടശ്ച സുമഹാവീര്യം ദിശോ ഭേജേ ഭയാതുരം. അനന്തരം കൊല്ലപ്പെട്ടതിൻ്റെ ശേഷമുള്ള സുരസൈന്യം ചണ്ഡനും മഹാവീര്യവാനായ മുണ്ടനും നിലത്ത് പതിച്ചത് കണ്ടിട്ട് ഭയം കൊണ്ട് പരവശയായിട്ട് ദിഗ്ഭാഗങ്ങളെ ആശ്രയിച്ചു,
ഓടിപ്പോയി എന്നർത്ഥം. ബാക്കിയുള്ളത് പൂർണ്ണമായിട്ടുള്ള ആധ്യാത്മിക സാക്ഷാത്കാരം ആയിട്ടില്ല എന്നാണ് കാണിക്കുന്നത്. ബാക്കിയുണ്ട് ഇനിയും സാധന ചെയ്യാൻ. ശാരീരിക ബോധവും ബൗദ്ധിക ബോധവും വിട്ടുയർന്നാലും പൂർണ്ണതയിലേക്ക് ഇനിയും പ്രയാണമുണ്ട് എന്ന് കാണിക്കാൻ, ഇത് അവസാനമല്ല എന്ന് കാണിക്കാൻ കുറച്ചുപേരെ ദിക്കന്തരങ്ങളിലേക്ക് ഓടിക്കുകയാണ്. സാധന പെട്ടെന്ന് തീരുന്നതല്ല. ഇന്നലെ നമ്മൾ കണ്ടു കണ്ടതുകൊണ്ട് മാത്രം പോരാ. ഇന്ന് നമ്മൾ കണ്ടു ശാരീരിക ബോധമില്ലായതുകൊണ്ടോ മാനസിക ബൗദ്ധിക ബോധങ്ങളില്ലായ്മ കൊണ്ടോ മാത്രം പരമസാക്ഷാത്കാരം കിട്ടില്ല. ഇനിയും യാത്ര ചെയ്യണം. കഥ തുടരുകയാണ്. ശിരശ്ചണ്ഡസ്യ കാളീച ഗൃഹീത്വാ മുണ്ടമേവച പ്രാഹച പ്രചണ്ഡാട്ടഹാസമിശ്രമഭേത്യ ചണ്ഡികാം. കാളീദേവി ചണ്ടമുണ്ടന്മാരുടെ ശിരസ്സുകളെ എടുത്തുകൊണ്ട് അതിഘോരമായ അട്ടഹാസത്തോടുകൂടി ചണ്ഡികാദേവിയുടെ സമീപത്തെ പ്രാപിച്ചിട്ട് ഇപ്രകാരം പറഞ്ഞു. രണ്ടുപേരുടെയും തലയെടുത്ത് രണ്ട് കൈയിലും പിടിക്കുന്നു. രുരുചിത്തില് ഒരേ രുരു എന്നുള്ള അസുരന്റെ ചണ്ടവും മുണ്ടവുമാണ് പിടിക്കുന്നത്. ഇവിടെ ചണ്ടന്റെയും മുണ്ടന്റെയും മുണ്ടങ്ങളാണ് പിടിക്കുന്നത്. അപ്പോഴും ചണ്ടമുണ്ടന്മാരാണ്. രണ്ടിനെയും വേർപെടുത്തി എടുത്ത് കൊണ്ടുവരികയാണ്. അങ്ങനെ പ്രചണ്ഡാട്ടഹാസയായി ദേവി, ആനന്ദമത്തയായി ദേവി തൻ്റെ നിയോഗിച്ച ശക്തിയുടെ അടുത്തേക്ക് പോവുകയാണ്. എന്നിട്ട് ദേവിയോട് പറയുകയാണ്, മയാ തവാത്രോപഹ്യതൗ ചണ്ഡമുണ്ടൗ മഹാപശു യുദ്ധയജ്ഞേ സ്വയം ശുംഭം നിശുംഭം ച ഹനിഷ്യസി. രണയാഗത്തിൽ, രണയാഗത്തിൽ, അതാണ് പദം. രണം യാഗമാണ്, അവിടെയാണ് ആ പദം. ഇത് യുദ്ധമല്ല. ഇത് സാധാരണഗതിയിൽ നടക്കുന്ന നന്മയും തിന്മയും തമ്മിലുള്ള പോരാട്ടത്തിൽ നന്മയുടെ വിജയമല്ല. കാരണം അങ്ങനെയായിരുന്നെങ്കിൽ ഇതിനെ ഒരു യാഗമായിട്ട് വിശേഷിപ്പിക്കേണ്ട ആവശ്യമില്ല. ദുഷ്ടനിഗ്രഹമായിരുന്നുവെങ്കിലും ഇത് യാഗമല്ല, രണമായിരിക്കണം. രണയാഗത്തിൽ പശുബലി വേണം. ഇവിടെ ചണ്ടൻ മുണ്ടന്മാരാണ് പശുക്കള്, ഞാനും നിങ്ങളുമൊക്കെയാണ് പശുക്കള്. സാധാരണ പോലെ ചിന്തിക്കുന്ന എന്നെയും നിങ്ങളെയും ബലി കൊടുക്കുന്നതാണ് നരബലി. ഉത്തമമായിട്ടുള്ള ബലി നരബലിയാണ്. പശുബലിയും ഉത്തമം തന്നെ. ബലി കൊടുക്കാൻ അധികാരി ആയ ഒരാൾ ബലി കൊടുത്താൽ ബലി കൊടുക്കപ്പെടുന്ന മൃഗം മുക്തമാകും. സാധാരണ ആൾ കൊല്ലുന്നതല്ല. അങ്ങനെ മുക്തമാക്കാൻ കൊടുക്കുന്നതാണ് പശുബലി. ആ പശുവിനെ പശുത്വത്തിൽ നിന്ന് മോചിപ്പിക്കുക എന്ന മഹാദൗത്യമാണ് അവിടെ നിഗ്രഹിക്കുന്നത്. കൊല്ലുക എന്ന ഒരു ദൗത്യമല്ല. കാരണം ഇപ്പം എല്ലാവരും മൃഗബലിക്കെതിരാണ്. ഇപ്പം നടക്കുന്നത് പോലെയുള്ള മൃഗബലി തെറ്റ് തന്നെയാണ്. കാരണം ബലി കൊടുക്കുന്നവൻ അധികാരമില്ല. അതുകൊണ്ട് ബലി കൊടുക്കപ്പെടുന്ന മൃഗത്തിന് മോക്ഷപ്രാപ്തിയുമില്ല. പക്ഷേ അധികാരിയായ ഒരാൾ, ബലി കൊടുക്കാൻ അധികാരികളെ നിശ്ചയിച്ചിട്ടുണ്ട്. നരബലി കൊടുക്കാൻ അധികാരി രാജാവ് മാത്രമാണ്. അങ്ങനെ ഓരോത്തിനെയും അധികാരികളുണ്ട്, അതിനൊക്കെ ആന്തരികാർത്ഥങ്ങളുമുണ്ട്. അപ്പോൾ ആ ബലി കൊടുത്തു കഴിഞ്ഞാൽ, യോഗ്യതയുള്ള ഒരാൾ ബലി കൊടുത്തു കഴിഞ്ഞാൽ പശുത്വത്തിൽ നിന്ന് മോചിക്കപ്പെടും. അപ്പോൾ ഇവിടെ ഏറ്റവും ഉത്തമമായ ബലി നരബലി. ആ നരബലി രാജാവിന് മാത്രമേ കൊടുക്കാൻ അധികാരമുള്ളൂ. രാജാവ് രാജിക്കുന്നത്, സ്വയം പ്രകാശിക്കുന്നത്, തൻ്റെ ഉള്ളിൽ തന്നെയുള്ള ഈശ്വരീയാംശത്തെ കണ്ടറിഞ്ഞവന് മാത്രമേ ബലമുള്ളവൻ ആകാൻ അധികാരമുള്ളൂ. ബലമുള്ളവനാൽ കൊടുക്കപ്പെടുന്നത് എന്തോ അതാണ് ബലി. ആ ബലി ഇവിടെ കൊടുക്കുകയാണ്. രണയാഗത്തിൽ ബലി കൊടുക്കുകയാണ്. ആർക്കാണ് ആ ബലി കൊടുക്കുന്നത്? ചണ്ഡികയായ കാളി, കരാളവദനയായ കാളി ബലി കൊടുക്കുന്നത് ചണ്ഡികയ്ക്കാണ്. ചണ്ടമുണ്ടന്മാരാകുന്ന മഹാപശുക്കളെ, ഇവർ ആരും മോശക്കാരൊന്നുമല്ല ഈ രണ്ടുപേരും, ഇവർ മഹാപശുക്കളാണ്. ആ മഹാപശുക്കളുടെ തല വെട്ടി രണ്ട് കൈയിലും കൊണ്ടുവന്ന് തൻ്റെ ജനയിത്രിയായ ചണ്ഡികയോട് കാളികാ ഭഗവതി പറയുകയാണ്, മയാ തവാത്രോപഹ്യതൗ ചണ്ടമുണ്ടൗ മഹാപശു. ഈ യുദ്ധയജ്ഞത്തിൽ നിന്തിരുവടിക്ക് പശുക്കളായ ചണ്ടുമുണ്ടന്മാർ എന്നാൽ കൊണ്ടുവരപ്പെട്ടു. ഞാൻ ഈ മഹാപശുക്കളെ അവിടുത്തേക്ക് വേണ്ടി ബലി കൊടുക്കുന്നു. ബലി അതുകൊണ്ട് ശ്രേഷ്ഠമായ ചടങ്ങായതുകൊണ്ട് എല്ലാ യാഗങ്ങളിലും പണ്ട് ബലി കൊടുക്കാറ് പതിവുണ്ടായിരുന്നു. യാഗത്തിൽ ബലി കൊടുക്കുന്നതിനെ അംഗീകരിച്ചുകൊണ്ട് പശ്വാലംബന മീമാംസ ഉണ്ടായിട്ടുണ്ട്. ഇതിനെ അനുകൂലിച്ചുകൊണ്ട് മഹാപെരിയോർ ചന്ദ്രശേഖരേന്ദ്ര സരസ്വതി ഹിന്ദു ധർമ്മ എന്ന പുസ്തകം ഭാരതീയ വിദ്യാഭവൻ പബ്ലിഷ് ചെയ്തിട്ടുള്ള ബുക്കാണ്. അതിൽ അനിമൽ സാക്രിഫൈസ് എന്ന് പറഞ്ഞിട്ടൊരു അധ്യായമുണ്ട്, ന്യായീകരിച്ചിട്ടുമുണ്ട്.
ന്യായീകരിക്കുന്നതിൽ വലിയ വിഷമമൊന്നും വിചാരിക്കേണ്ട. കേൾക്കുന്ന ഗീതയിലെ ഒരു ശ്ലോകം ഇതിനെ ന്യായീകരിക്കുന്നതാണ്. എന്നാ ഹന്യതേ ഹന്യമാനേ ശരീരേ, ശരീരത്തെ ഹനിക്കുന്നവൻ ഒന്നിനെയും ഹനിക്കുന്നില്ല. ആ ബോധതലത്തിൽ നിൽക്കുന്ന ഒരാൾക്ക് മാത്രമേ ബലി കൊടുക്കാൻ അധികാരമുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സാധാരണ ആൾക്കാർ കൊടുക്കുന്നതൊന്നും ബലിയല്ല, അത് കഴിക്കാൻ വേണ്ടി കൊടുക്കുന്നതാണ്. കഴിക്കാൻ വേണ്ടി ജീവനെ ബലി കൊടുക്കാൻ പാടുണ്ടോ എന്ന് ചോദിച്ചാൽ ജീവനെ ആഹരിക്കാതെ ജീവന് നിലനിൽക്കാൻ പറ്റില്ല. കല്ലും മണ്ണും കഴിച്ച് ജീവിക്കാൻ പറ്റില്ല എന്നർത്ഥം. ബലി കൊടുത്ത് ജീവനെ കൊണ്ടാണ് നിലനിൽക്കുന്നത് എന്നുള്ളത് കൊണ്ട് കഴിക്കുന്ന ആഹാരമെല്ലാം ബലി തന്നെയാണ്. അപ്പോൾ ഈ പശുക്കളെ പശുത്വത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ബലിയാകട്ടെ അത് മഹാബലി. രണം, അവിടെ ഒരു സംഘർഷണം ഉണ്ടാവും, ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവും എപ്പോഴും. അവിടെ എപ്പോഴും ഒരു ചെറിയ ടെൻഷൻ ഉണ്ടാകും. ജപിക്കുമ്പോഴൊക്കെ ഉണ്ടാവും. നമ്മൾ ജപിക്കുന്ന സമയത്ത് ഞാൻ അതൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഒന്നും കൂടി ആവർത്തിക്കുകയാണ്. ഒരേ സാധനമാണ് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത്. ഒരേ ചിന്ത വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുമ്പോഴാണ് ടെൻഷൻ, സ്ട്രെസ്സ്, സ്ട്രെയിന്, ഡിപ്രഷൻ ഒക്കെ ഉണ്ടാവുക. മന്ത്രം ജപിക്കുമ്പോഴും സൂക്ഷിച്ച് ജപിക്കണം. കാരണം ഇതിൻ്റെ മാത്രകൾ കൂടുകയോ കുറയുകയോ ചെയ്താൽ ഇതേപോലത്തെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അതുകൊണ്ടാണ് ഗുരു നിർദ്ദേശപ്രകാരം തന്നെ ജപിക്കണം. ഏതുപോലെയാണോ ഡോക്ടറുടെ വൈദ്യരുടെ നിർദ്ദേശപ്രകാരം മരുന്ന് കഴിക്കുന്നത് അതുപോലെ. അപ്പോൾ ഇവിടെ മഹാചണ്ഡികയുടെ മുഖകമലത്തിൽ നിന്ന് ആവിർഭവിച്ച കാളികാദേവി ചണ്ടമുണ്ടന്മാരാകുന്ന മഹാപശുക്കളെ യുദ്ധയജ്ഞേ സ്വയം ഹനിക്കുകയാണ്. യുദ്ധയജ്ഞേ അഹി അതോ ഹതൗ, കൊല്ലാണ്. കൊന്നിട്ട് എന്നാൽ കൊണ്ടുവരപ്പെട്ടു. എന്നിട്ട് എനിക്ക് വേണ്ടിയല്ല ഇത് ചെയ്തത്, അതുകൊണ്ടാണ് ഇത് യാഗം. തനിക്ക് വേണ്ടിയല്ല ഇത് ചെയ്തത്. തൻ്റെ ജന്മോദ്ദേശം സഫലീകൃതമായി കഴിഞ്ഞാൽ അതിൽ അഭിമാനിക്കേണ്ടത് താനല്ല, തന്നെ അയച്ചയാളാണ്. എന്നെ നിയോഗിച്ചതാരാണോ ആ ആളാണ് എൻ്റെ ജീവിത വിജയത്തെ ശ്ലാഘിക്കേണ്ടതും അഭിമാനിക്കേണ്ടതും. കുറ്റബോധത്തോടു കൂടിയും മോശമായിട്ടുള്ള ചിന്തകളോടുകൂടിയും ഈ ലോകത്ത് ജീവിച്ച് പരാജയങ്ങൾ മാത്രം ഏറ്റുവാങ്ങിക്കൊണ്ട് ഈശ്വരന്റെ സമീപത്തിലേക്ക് ചെല്ലുമ്പോൾ ആ ഈശ്വരന് അഭിമാനിക്കത്തക്കതായിട്ടൊന്നും ചെയ്യാത്തവരാണ് നമ്മൾ എന്നുള്ളത് കൊണ്ട് നമ്മുടെ ജീവിതം ശോഭനമല്ലാതായിത്തീരുന്നു. അതുകൊണ്ട് ഈശ്വരൻ നിയോഗിച്ചിട്ടുള്ളത് എന്തിനു വേണ്ടിയിട്ടാണോ ആ നിയോഗാനുസൃതം ജീവിച്ച് അത് വിജയം പ്രാപിക്കാൻ ശ്രമിക്കുക. അതൊരു പക്ഷേ ചണ്ടമുണ്ടന്മാരാകുന്ന മഹാപശുക്കളെ നിഗ്രഹിക്കാനായിരിക്കാം നിങ്ങളുടെ നിയോഗം. ആ ചണ്ടമുണ്ടന്മാരാകുന്ന പശുക്കളെ നിഗ്രഹിക്കാൻ വേണ്ടി ദേവിയുടെ മുഖകമലത്തിൽ നിന്ന് ആവിർഭവിച്ചിട്ടുള്ള കാളികാദേവി ഒരു പ്രാവശ്യം പോലും തൻ്റെ ദൗത്യത്തെക്കുറിച്ച് ചിന്തിക്കുകയോ താൻ ചെയ്യുന്നതിൻ്റെ ശരിതെറ്റുകളെ അവലോകനം ചെയ്യുകയോ ചെയ്തിട്ടില്ല. ദേവി പാദപത്മങ്ങളിൽ ബുദ്ധി അർപ്പിച്ചുകൊണ്ട് തൻ്റെ ജന്മം നിയോഗിച്ച പ്രവൃത്തിയിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ ആ പ്രവൃത്തി വിജയകരമായിരിക്കും. എന്നിട്ട് ആ വിജയത്തിൽ ഈ ദേവി ആഹ്ലാദിക്കുന്നില്ല. അവിടെയാണ് അതിൻ്റെ മഹത്വം കണ്ടത്. കാളിക അതിൽ അതിയായി സന്തോഷിക്കുന്നില്ല. ചണ്ടമുണ്ടന്മാരുടെ ശിരസിനെ അറുത്തുകൊണ്ട് പറയുകയാണ്, അല്ലയോ അമ്മേ, രണയജ്ഞത്തിൽ, കാരണം അവിടെ അവിടെ കാളികാദേവിയുടെ ആത്മത്യാഗമുണ്ട്. അവിടെ ദേവി ഞാൻ കൊല്ലുന്നു എന്ന് വിചാരിക്കാത്തത് കൊണ്ട് തന്നെ അത് ത്യാഗമാണത്. ആ ത്യാഗം കാരണം മഹാപശുക്കളായവരെ കൊണ്ടുവരികയാണ്. ഈ ബലി കൊടുത്തു കഴിഞ്ഞാൽ തലയാ കൊണ്ടുപോവുക. കാളിഘട്ടിലും കാളിക്ഷേത്രങ്ങളിലും ഗോഹട്ടിയിലുള്ള അമ്പലം, പേര് പെട്ടെന്ന് മറന്നുപോയി, ആ ഗോഹട്ടിയിലുള്ള കാളികാക്ഷേത്രത്തിലും, പേരോർമ്മയുണ്ടോ, കാമാഖ്യ എന്നുള്ള ക്ഷേത്രത്തിലും ബലി കൊടുത്തു കഴിഞ്ഞാൽ ആദ്യം കൊടുക്കുന്ന ബലി അത് എൻ്റെ തലയിലെ ചോര ദേവിക്ക് അർച്ചിക്കും. അപ്പോൾ ഇതേപോലെ ആ 2 തലകൾ കൊണ്ട് കൊടുക്കുകയാണ്. അല്ലയോ അമ്മേ, നീ എന്നിൽ അർപ്പിച്ചിരിക്കുന്ന ജോലി ഞാൻ മാന്യമായിട്ട് നിർവഹിച്ചിരിക്കുന്നു. ഇനി 2 പേരും കൂടെ ബാക്കി കിടപ്പുണ്ട്, ശുംഭനും നിശുംഭനും. അവരെ എനിക്ക് കൊല്ലാൻ പറ്റില്ല. അത് എൻ്റെ തലത്തിൽ നിന്ന് മാറിയ തലത്തിലാണ്. അത് നീ തന്നെ ചെയ്യണം. അതായത് ഒരു ജോലി ഭംഗിയായിട്ട് ചെയ്തു കൊണ്ടുവന്നാൽ ചിലപ്പോൾ അടുത്ത ജോലി കിട്ടും. അതുകൊണ്ടാണ് ഇപ്പം ആരും നല്ല ജോലി ചെയ്യാത്തത്. കാരണം ഏൽപ്പിച്ച ഏതെങ്കിലും ജോലി നന്നായിട്ട് ചെയ്ത് മേലുദ്യോഗസ്ഥൻ്റെ അടുത്ത് കൊണ്ടുപോയി കൊടുത്താൽ പറയാം, എന്നാൽ ഈ ഫയലൂടെ ഒന്ന് നോക്കി തരുമോന്ന്. അങ്ങനെ ജീവിതം മുഴുവൻ ഫയൽ നോക്കി കളയേണ്ടി വരുമോ എന്ന് പേടിച്ച് ഒരു ഫയലും നന്നായി നോക്കാതെ ജീവിക്കുന്നു നമ്മൾ.
പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ദേവി തന്നെ ഏൽപ്പിച്ചത് നന്നായിട്ട് ചെയ്യുക മാത്രമല്ല, ഇത് നന്നായി ഏൽപ്പിച്ചത് കൊണ്ട് ഇതിലും ബുദ്ധിമുട്ടുള്ള പണി എനിക്ക് തരരുത്, എനിക്ക് പറ്റില്ല. എത്ര ട്രൂത്ത്ഫുൾ ആണെന്ന് നോക്കൂ, എത്ര ഓപ്പൺ ആണെന്ന് നോക്കൂ. അവിടെ തൻ്റെ മേലുദ്യോഗസ്ഥയായ ചണ്ഡിക തന്നെ പിരിച്ചുവിടുമെന്നോ തൻ്റെ TADയെ കട്ട് ചെയ്യുമെന്നോ ഒന്നും പേടിയില്ല. തുറന്നു പറയുകയാണ്. തുറന്നു പറയലിലാണ് സത്യം കിടക്കുന്നത്. അപ്പം ഇവിടെ പറയുമ്പോൾ എന്താ ഉണ്ടാവുന്ന? അവാർഡ് കൊടുക്കുകയാണ്. സത്യം പറഞ്ഞതിൽ അവാർഡ് കൊടുക്കുകയാണ്. ഞാൻ നിന്നെ ഏൽപ്പിച്ച നീ ചെയ്യില്ലേ എന്നല്ല ചോദിച്ചത് ചണ്ഡിക. പറയുകയാണ് സ്വയം ശുംഭം നിശുംഭം ച ഹനിഷ്യസി. അല്ലയോ ദേവി, അവിടുന്ന് സ്വയം ശുംഭനെയും നിശുംഭനെയും കൊല്ലുക, എന്നെ ഏൽപ്പിക്കരുത്, എനിക്ക് പറ്റില്ല, അതുകൊണ്ടാണ്. പറ്റുന്നതാണ് ഞാൻ ചെയ്തേനെ. അപ്പോൾ ദേവിക്ക് അത് സന്തോഷമായി. ദേവി അത് സുപ്പീരിയർ ഓഫീസറോടുള്ള ഒരു മോശ പെരുമാറ്റമായിട്ട് കണ്ട് ഡീഗ്രേഡ് അല്ല ചെയ്യുന്നത്. ദേവി എന്താ പറയണത്? ഋഷികളെ നമുക്ക് വേണ്ടി പറയുകയാണ്. ഋഷിരുവാച താവാനീതൗ തതോ ദൃഷ്ട്വാ ചണ്ഡമുണ്ടൗ മഹാസുരൗ ഉവാച കാളീം കല്യാണീ ലളിതം ചണ്ഡികാവച. എത്ര മനോഹര പദങ്ങളാ ഈ ദേഷ്യപ്പെട്ടവളെ വിളിക്കുന്നതെന്നറിയോ? അതായത് കോപസ്വരൂപിണിയായിരിക്കുന്ന ദേവിയെ വിളിക്കുകയാണ്. അനന്തരം ശുഭവാക്കിനെ പറയുന്നവളായ ചണ്ഡികാ ഭഗവതി. ദേവി ഒരിക്കലും അശുഭങ്ങളായ കാര്യം പറയില്ല. ദേവി നമ്മളും തമ്മിലുള്ള വ്യത്യാസം അത്രയേ ഉള്ളൂ. നാക്ക് വളച്ചാൽ അശുഭങ്ങളായ കാര്യങ്ങളെ നമ്മൾ പറയുള്ളൂ. ദേവിയാകട്ടെ നാക്ക് വളച്ചെന്ത് പറഞ്ഞാലും അത് ശുഭമായി തീരുകയും ചെയ്യും. അതുകൊണ്ട് താവാനീതൗ തതോ ദൃഷ്ട്വാ, അവരാൽ കൊണ്ടുവരപ്പെട്ടിരിക്കുന്ന അതിനെ കണ്ടിട്ട് ശുഭവാക്കിനെ പറയുന്നവളായ ആ ചണ്ഡികാ ഭഗവതി ആ മഹാസുരന്മാരായ ചണ്ടൻമുണ്ടന്മാരെ കൊണ്ടുവരപ്പെട്ടവരായി കണ്ടിട്ട് കാളിയോട് മനോഹരങ്ങളായ വാക്കുകളെ പറഞ്ഞു. ഉവാച കാളീം, കാളി പറഞ്ഞു. എന്താ, എങ്ങനെയുള്ള കാളിയാണ്? കല്യാണി ലളിതം ചണ്ഡികാവച. കല്യാണി, മംഗളകാരിയാണ് ചണ്ഡികയുടെ വാക്കുകൾ എന്ന് മാത്രമല്ല ലളിതവും ആണ്. ഡിക്ഷണറി ഒന്നും എടുത്തുകൊണ്ട് പോണ്ട, ദേവി പറഞ്ഞത് എന്താണെന്ന് മനസ്സിലാക്കാൻ. അപ്പോൾ ഉയർന്ന തലങ്ങളിൽ വിഹരിക്കുന്നവർ പറയുന്നവ ലളിതങ്ങളും കൂടി ആയിരിക്കണം എന്നവിടെ പറയുന്നു. മനുഷ്യന് മനസ്സിലാക്കാൻ പറ്റാത്ത ഭാഷയിൽ പറഞ്ഞാൽ അത് ദേവി പറയുന്ന പോലെ അല്ല. അപ്പോൾ ദേവിയുടെ വാക്കുകളുടെ അർത്ഥതലങ്ങൾ അന്വേഷിക്കാൻ ഡിക്ഷണറികളുടെ സഹായം ആവശ്യമില്ല. ദേവി പറയുന്നത് എന്താണെന്ന് കേൾക്കുന്നവർക്ക് അപ്പം മനസ്സിലാകും. കല്യാണി ലളിതം ചണ്ഡികാവച. അങ്ങനെയുള്ള വചനങ്ങളെ പറയണം. എന്താണത് പറഞ്ഞത്? ദേവി വളരെ മനോഹരമായിട്ട് അവാർഡ് ദാന ചടങ്ങാ. ഒരു വലിയ മീറ്റിംഗ് ഒന്നും വിളിച്ചു കൂട്ടുന്നില്ല, ഫോട്ടോഗ്രാഫേഴ്സിനെ വിളിക്കുന്നില്ല, പത്രം ഓഫീസുകളിൽ പോയി കാലിൽ കിടന്ന് കേഴുന്നില്ല, ഒന്നുമില്ല. എന്നിട്ടും എത്രയോ യുഗങ്ങൾക്ക് ശേഷവും ആ അവാർഡ് ദാന ചടങ്ങ് നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്നു. അതാണ് വാർത്ത. ബാക്കിയൊക്കെ ഉണ്ടാക്കുന്ന വാർത്തകൾ, കൃത്രിമ വാർത്തകൾ. ഇത് അകൃത്രിമമായിട്ടുള്ള വാക്കുകൾ. ശരിക്കുമുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നതെങ്കിൽ അതിന് ഒരു പരസ്യവും ആവശ്യമില്ല. പരസ്യം ആവശ്യമായി വരുന്നത് പരസ്യപ്പെടുത്താൻ എന്തോ ഉള്ളത് കൊണ്ടാണ്. പരസ്യപ്പെടുത്താൻ എന്തോ ഉണ്ടെങ്കിൽ രഹസ്യമായി വയ്ക്കുവാനും എന്തെങ്കിലും ഉണ്ടാകണം. അതുകൊണ്ട് പരസ്യങ്ങൾ മോഹിക്കാറില്ല ഇവർ അവാർഡ് ദാനം ഒന്നും വാങ്ങിയിട്ടില്ല. ഇന്നത്തെ കാലത്തിൻ്റെ ഗതി അനുസരിച്ചിട്ട് പരസ്യങ്ങളിലൂടെ അല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. കാലഘട്ടത്തിൻ്റെ മാറ്റാണ്. കൃത്രിമമായിട്ടുള്ള സംസ്കാരത്തിലൂടെ ജീവിക്കുന്ന നമുക്ക് കൃത്രിമമായിട്ടുള്ള പലതും ചെയ്യേണ്ടി വരും നിലനിൽപ്പിന് വേണ്ടിയിട്ട്. പക്ഷേ അകൃത്രിമമായിട്ടുള്ള പെരുമാറ്റച്ചട്ടങ്ങൾ അടങ്ങിയ ഭാരതീയ സംസ്കൃതിയുടെ മടിത്തട്ടിൽ ജീവിക്കുന്നവർക്ക് കൃത്രിമങ്ങളായ ഒന്നിൻ്റെയും ആവശ്യം വരില്ല. അതുകൊണ്ട് ആ ജീവിതചര്യയിലേക്ക് പോകാൻ, ഉടനടി പോകാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് നമുക്ക് ഈശ്വരിയോട് പ്രാർത്ഥിക്കാം. അങ്ങനെ മനോഹര വാക്കുകളോടുകൂടിയ കാളി അവാർഡ് കൊടുക്കുകയാണ്. യസ്മാത് ചണ്ടഞ്ച മുണ്ടഞ്ച ഗൃഹീത്വാ ത്വമുപാഗത ചാമുണ്ടേതി തതോ ലോകേ ഖ്യാതാ ദേവി ഭവിഷ്യസി. അല്ലയോ കാളി, ഭവതി ചണ്ടമുണ്ടന്മാരെ കൊണ്ടുവന്നതുകൊണ്ട് ലോകത്തിൽ ചാമുണ്ട എന്ന് പ്രസിദ്ധപ്പെട്ട ദേവിയായി ഭവിക്കും. സപ്തമാതാക്കളിൽ ഒന്നാണ് ചാമുണ്ടാദേവി. ആ ചാമുണ്ടയായി ഭവിക്കും. താൻ ചെയ്ത പ്രവൃത്തികളുടെ കേമത്വത്തിൻ്റെ ഫലമായിട്ട് തനിക്ക് കിട്ടുന്ന പേര്. ഇന്ന് അങ്ങനത്തെ പേര് ആർക്കും കിട്ടാറില്ല. ഇന്ന് എല്ലാവർക്കും കിട്ടുന്ന പേരുകൾ അവരുടെ ഇൻഡിവിജ്വാലിറ്റിയെ കാണിക്കുന്നതല്ല. ചാമുണ്ട എന്ന് വിളിക്കപ്പെടുന്ന ദേവിയെ കേട്ടാൽ ഉടൻ നമുക്കറിയാം ആ ദേവി ചണ്ടനെയും മുണ്ടനെയും നിഗ്രഹിച്ചവളാണ്. പത്മശ്രീ എന്ന ബിരുദം കിട്ടുന്നവരെ കേട്ടാൽ അവരെന്താ ചെയ്തതെന്നറിയില്ല. ഭാരത് മുദ്ര കിട്ടുന്നവർ ജീവിതത്തിൽ എന്ത് ചെയ്തു എന്ന് പേരിന് മുമ്പ് അത് വെച്ചാൽ നമുക്കറിയില്ല.
കീർത്തിചക്ര കിട്ടിയാൽ നമുക്കറിയില്ല. പക്ഷെ ചാമുണ്ട എന്നുള്ള പേര് കേട്ടാൽ ഉടൻ മനസ്സിലാകുന്നു ചണ്ഡമുണ്ടമർദിനിയാണ് ദേവി. തൻ്റെ ജീവിതത്തിൽ ചെയ്ത അക്കോംപ്ലിഷ്മെൻറ്റുകളുടെ ഭാഗമായിട്ട് തനിക്കുണ്ടാകുന്ന പേര് അത് നശിപ്പിച്ച് കളയാൻ പറ്റുന്നതല്ല. ഇന്ന് ജീവിതത്തിൽ അങ്ങനെ ആരും ഒന്നും അക്കോംപ്ലിഷ് ചെയ്യാത്തത് കൊണ്ട് നമുക്കൊന്നും ദേവിമാർ നേരിട്ട് വന്ന് ടൈറ്റിലുകൾ തരുന്നില്ല. പക്ഷെ ഇവിടെ അങ്ങനെയല്ല കാണിക്കുന്നത്. ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തം ഭംഗിയായിട്ട് നിർവഹിച്ച് അതിൽ അഭിമാനിക്കാതെ അതിൻ്റെ ഫലത്തെ ദേവിക്ക് സമർപ്പിച്ചു കഴിഞ്ഞപ്പോൾ കിട്ടിയതാണ് പേരും പ്രശസ്തിയും. നമ്മുടെ ജീവിതത്തിലും അതേപോലെ നമുക്ക് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതവും ഇതേപോലെയായി തീരും. അപ്പോൾ ദേവിക്ക് പേര് കൊടുത്തു, അല്ലയോ കാളി, ഭവതി ചണ്ഡമുണ്ടന്മാരെ കൊണ്ടുവന്നതുകൊണ്ട് ലോകത്തിൽ ചാമുണ്ട എന്ന പ്രസിദ്ധപ്പെട്ട ദേവിയായി തീരും. രുചിത്ത് എന്ന ദേവി ചാമുണ്ടയാണെന്നും വരാഹ പുരാണത്തിലെ നീലിമലയുടെ ചൂട്ടിൽ തപസ് ചെയ്ത രൗദ്രി മുഖത്തിൽ നിന്നുണ്ടായ കഥയുമൊക്കെ നമ്മൾ കേട്ടു. അതേ കഥയുടെ വേറൊരു വേർഷനാണിത്. വ്യത്യസ്ത പുരാണങ്ങളിൽ പറയുന്ന കഥകൾക്കെല്ലാം ഒരേ കഥാതന്തു തന്നെയാണുള്ളത്. ഒരേ ആശയമാണ് അവർ നമ്മളോട് പറയാൻ വീണ്ടും വീണ്ടും ശ്രമിക്കുന്നത്. അങ്ങനെ ചാമുണ്ട എന്ന കാളിയുടെ അപരനാമ വർത്തമാനം കേട്ടുകൊണ്ട് ഏതു പ്രകാരമാണോ കല്യാണി ലളിതവും കല്യാണത്തെ തരുന്നതുമായ വാക്കുകളോടുകൂടിയ ചണ്ഡിക ആ കാളികാദേവിയെ അനുഗ്രഹിച്ചത്, അതുപോലെ നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായിട്ട് നിറവേറ്റാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്നും ആ ഭംഗിയായിട്ട് നിറവേറ്റപ്പെടുന്ന ദൗത്യങ്ങളെല്ലാം നമ്മളാൽ ചെയ്യപ്പെട്ടതല്ല, ഈശ്വര നിയോഗമനുസരിച്ച് ചെയ്യാൻ സാധിച്ചതാണ് എന്ന ചിന്തയിൽ ആ ഫലം ഈശ്വര പാദാർപ്പണങ്ങളിൽ സമർപ്പിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് തൽക്കാലത്തേക്ക് അടുത്ത 3 മാസം വരെ നമുക്ക് പിരിയാം. വീണ്ടും കാണുന്നതുവരെ നമസ്കാരം.